Hello, good evening. We shift 2 shift 2 maths questions. The first question, cot inverse 7 by 4 plus cot inverse 19 by 4 plus cot inverse 39 by 4 plus etc. The telescopic sum is inverse. Actually, this is tan ലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു സീരീസ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. 7, 19, 39. നോക്കൂ, 7, 19, 39. ഇങ്ങനല്ലേ പോണ? 7, 19, 39. അത് കുറച്ചുകൂടി ടേംസ് ഉണ്ടാവേണ്ടതാണെന്ന് തോന്നുന്നു. 7, 19, 39. അപ്പം 7ന്റെ ചാർട്ട് എത്രയാണ്? 12 അല്ലേ? 12 ചാർട്ട്. ഇവിടുത്തെ ചാർട്ട് എത്രയാണ്? 20. 8 ചാർട്ട്. ഒരു ടേം കൂടി വേണം, എന്നാലേ ഇത് ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ടേം ഇത് ഇവിടുത്തെ ചാട്ടം 12, ഇവിടുത്തെ ചാട്ടം 20. അപ്പോൾ അടുത്ത ചാട്ടം 8 ആണെങ്കിൽ 28 28 ഈ അടുത്ത ടേം എന്തായിരിക്കും? 67 അല്ലേ? 67 വിചാരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടേംസ് കാണാൻ നമ്മൾ സീരീസിലൊരു വഴിയില്ലേ? എന്താ സീരീസിലെ വഴി? അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഗസ് ചെയ്യേണ്ടി വരും. 7 + 19 + 39 + 67 + എക്സെട്ര. ഇത് nth ടേം ആണ്. ഇത് nth ടേം ആച്ചോ. ഇത് എസ് ആണ് വിചാരിക്കുക. എസ് ഇസ് ഈക്വൽ ടു 7 + 19 + 39 + എക്സെട്ര അപ് ടു un - 1 + un എഴുതിയാൽ 0 is equal to 7 + 19 ഇത് 12 ആണ് അല്ലേ? 12 + 20 + 28 + etc. + un - un - 1 un വരും. അപ്പോൾ un will be what? 7 plus ഇത് number of terms n - 1 terms ഉണ്ടാവും. It will be n - 1 by 2 into 2a plus n - 1 n - 2 into d. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക മക്കളെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 plus n - 1 into 12 plus n - 2 into 4. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 7 plus n - 1 into 4n 8 ആകുമ്പോൾ 4n plus 4 വരും അല്ലേ? 4n plus 4. അപ്പോൾ it will be 4n square 4n minus 4n വെട്ടിപ്പോ -4 plus 7. It is 4n square plus 3. ഓ, അത് തോന്നില്ല അല്ലേ? ശരിക്ക് ശ്രദ്ധിക്കുക നന്നായിട്ട്. ഇത് ഈ 7, 19, 39 ഇത് ഇവിടെ വെച്ച് നിർത്തരുത്. ഒരു ടേമും കൂടി വേണം. ആ ടേം അതിൽ ഇല്ലാത്തതാണ്. അപ്പം ഞാനിവിടെ ടേം ആഡ് ചെയ്താണ്. ഒരു 67/4 കൂടി ഉണ്ട് വിചാരിക്കാം. 39/4 ഉണ്ട് 69/4. അപ്പോൾ ഇതിന് താഴെ ഡിഫറൻസ് ആണ് കേട്ടോ. 7, 19, 39. 7ഉം 19 തമ്മിൽ വ്യത്യാസം 12 ആണ്. 19ഉം കുസാറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അവൈലബിൾ ആണോ? കുസാറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അവൈലബിൾ ആണ്. ഇതിൽ അവൈലബിൾ ആയിരിക്കും. നമ്മളെ ഇതിൽ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. പറയാം, ലിങ്ക് തരാം. 7, 19 ആകുമ്പോൾ 12, 19, 39 ആകുമ്പോൾ 20, 39, 67 ആകുമ്പോൾ 28 ആണ്. അപ്പം ഇങ്ങനെ വന്നാൽ ചെയ്യേണ്ട ഒരു വഴി നമ്മൾ സീക്വൻസ് സീരീസിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ? എസ് ഇസ് ഈക്വൽ ടു ഇത് ഫുൾ സം ആക്കി എഴുതാം. 7 + 19 + 39 + എക്സെട്ര + un - 1 + un. ഇത് un - 1 ആണ്. +un - 1 + un. എന്നിട്ട് അതേ സ്ഥാനം താഴെ എഴുതാം. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെ എ പി ആവും.
അപ്പോൾ ഇത് n-1 ടേംസ് ആണ്. അപ്പോൾ n-1/2 ഇൻറ്റു 2a 12 into 2 24 plus n-1 minus 1 into d. ഇത് സിംപ്ലിഫൈ ചെയ്താൽ you get 4n square plus 1. അപ്പോൾ ഇത് ആക്ച്വലി 4n square plus 3 ആണ്. അപ്പോൾ ഈ സാധനം ഞാൻ ഇങ്ങനെ എഴുതാണ്. ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് 4n square. It is sigma cot inverse. Sigma cot inverse. Sigma cot inverse 4n square plus 3. 4n square plus 3 by 4. Sigma is taking values 1 to infinity, right? 1 to infinity. N going from 1 to infinity. ഇതാണ് അതിൽ ആദ്യത്തെ കാച്ചിങ് പോയിന്റ്. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ആക്കി എഴുതാം. അപ്പോൾ ഒരു മിനിറ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ടാൻ ഇൻവേഴ്സ് ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് cot inverse x is tan inverse 1/x. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് 4 divided by 4n square plus 3 എന്ന് എഴുതാം. ഇവിടെ ഞാൻ സിഗ്മ ഇവിടെ k എന്ന് എഴുതാം. n-ന് പകരം k എന്ന് എഴുതാം. എന്നിട്ട് k ഗോയിങ് ഫ്രം 1 to n എന്ന് എഴുതാം. എന്നിട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഴുതാം. ഈ അഡ്ജസ്റ്റ്മെന്റ് ശ്രദ്ധിക്കണം. ഇറ്റ്സ് ഓൺലി ഫോർ ടേക്കിംഗ് ടെലസ്കോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് ടാൻ ഇൻവേഴ്സ് ഇത് മാത്രം സിഗ്മ പിന്നെ നോക്കാം. 4 ഡിവൈഡ് ചെയ്താൽ ടാൻ ഇൻവേഴ്സ് 1/k സ്ക്വയർ പ്ലസ് 3/4 വരും. k സ്ക്വയർ പ്ലസ് 3/4. ടെലസ്കോപ്പിക് എമൗണ്ട് ടാൻ ഇൻവേഴ്സ് x മൈനസ് ടാൻ ഇൻവേഴ്സ് y. ആ ഫോർമുലയിലേക്ക് കൊണ്ടില്ല. അപ്പം 1 പ്ലസ് വരണം. അപ്പം ടാൻ ഇൻവേഴ്സ് 1/1 പ്ലസ് എഴുതിയാൽ 1 പ്ലസ് എഴുതിയാൽ ടാൻ ഇൻവേഴ്സ് x മൈനസ് ടാൻ ഇൻവേഴ്സ് x മൈനസ് y എന്താ? ടാൻ ഇൻവേഴ്സ് x മൈനസ് y ബൈ 1 പ്ലസ് x y. അപ്പോൾ ഇവിടെ 1 പ്ലസ് വേണം. 1 പ്ലസ് ഉണ്ടെങ്കിൽ k സ്ക്വയർ മൈനസ് പ്ലസ് 34 മൈനസ് 4. അപ്പോൾ മൈനസ് 1/4 വെച്ചാൽ പറയാം. അതെ, മൈനസ് 1/4 വെച്ചാൽ മതി. k സ്ക്വയർ മൈനസ് 1/4 പ്ലസ് 1 എന്താ? k സ്ക്വയർ ദിവസമാണ്. അപ്പോൾ മുകളിൽ അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് ടാൻ ഇൻവേഴ്സ് ഈ താഴെ നമുക്ക് ഇങ്ങനെ എഴുതാം. 1 പ്ലസ് k പ്ലസ് 1/2 ഇൻറ്റു k മൈനസ് 1/2 എഴുതാം അല്ലേ? മുകളിലോ k പ്ലസ് 1/2 മൈനസ് k മൈനസ് 1/2. അത് 1 അല്ലേ? അപ്പോൾ അത് ഫോമില. ഇറ്റ് ഈസ് ഇൻ ദ ഫോം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഇത് ടാൻ ഇൻവേഴ്സ് x മൈനസ് y ബൈ 1 പ്ലസ് x y ആണ്. അപ്പോൾ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് x മൈനസ് ടാൻ ഇൻവേഴ്സ് y വരും അല്ലേ? ടാൻ ഇൻവേഴ്സ് x മൈനസ് ടാൻ ഇൻവേഴ്സ് y വരും. y എന്താ? k മൈനസ് 1/2. ഇനി ഇതിൽ സിഗ്മ കൊടുക്കാം. സിഗ്മ ഓഫ് ദാറ്റ് ഇവിടെ നിങ്ങൾ സിഗ്മ കൊടുക്കാം. സിഗ്മ k ഗോയിങ് ഫ്രം 1 to n വെച്ചിട്ട് ലിമിറ്റ് കൊടുക്കാം. റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇവിടെ k 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? ടാൻ ഇൻവേഴ്സ് 1 കൊടുക്കുമ്പോൾ 3/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1/2. അടുത്ത് k 2 കൊടുക്കുമ്പം ടാൻ ഇൻവേഴ്സ് 5/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 3/2. അപ്പോൾ ആ സ്റ്റൈൽ കിട്ടി. ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. n കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? ടാൻ ഇൻവേഴ്സ് n പ്ലസ് 1/2 മൈനസ് ടാൻ ഇൻവേഴ്സ് n മൈനസ് 1/2. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. സിഗ്മ പറഞ്ഞ ആഡ് അല്ലേ? ആഡ് ചെയ്യുമ്പം ഈ സാധനങ്ങളൊക്കെ വെട്ടിപ്പോ നോക്കൂ. സിഗ്സാഗ് ആയിട്ട് വെട്ടിപ്പോ നോക്കൂ. ടിഷ്കും ഇങ്ങനെ വെട്ടിപ്പോ. അപ്പൊ ഇതും ബാക്കി ഉണ്ടാവും. ഇനി n ഇൻഫിനിറ്റിക്ക് കൊടുക്കാം. ഇനി ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ എന്താ വരിക? ഇതാണ് വാല്യൂ. ടാൻ ഇൻവേഴ്സ് n പ്ലസ് 1/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1/2. ഇതാണ് ഉത്തരം. അപ്പൊ n ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് 1/2. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി π/2 ആണ്. π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1/2.
You know tan inverse x plus cot inverse x pi by 2 ആണ്. അപ്പോൾ pi by 2 minus tan inverse x എന്താ cot inverse. Cot inverse 1 by 2. അപ്പോൾ cot inverse 1 by 2 അഥവാ tan inverse 2 ആണ് ആൻസർ. Cot inverse 1 by 2 ആണ് ആൻസർ. അപ്പോൾ this is the answer. ഓക്കെ, അത് നല്ല ചോദ്യമാണ്. ഇതിൽ സീരീസ് ആണ്, ഇതാണ് അതിൽ പെടുത്താം കേട്ടോ. അതായത് ഇതിൽ ജനറൽ ടേം ഇതാണ് 4n² + 3. ഇത് മാത്രമാണ് അതിൽ പെടുത്താം. 4n² + 3 എന്ന് എഴുതാൻ പറ്റുക എന്നുള്ളതാണ് ആ ചോദ്യത്തിന് പെടുത്തം. ഇത് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ബുക്കിലും കാണാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് 1/√6 ആണ്. പോസിബിൾ വാല്യൂ ഓഫ് പി ഇസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല എഴുതാം. എന്താ എസ് ഡിയുടെ ഫോർമുല? മോഡുലസ് ഓഫ് a1 minus a2 dot b1 cross b2 divided by modulus b1 cross b2. ഇതാണ് എസ് ഡിയുടെ ഫോർമുല. പക്ഷെ നമ്മൾ ചെയ്യുക എങ്ങനെയാണ്? 1/√6 is equal to ഡിറ്റർമിനന്റ്, മോഡുലർ ഡിറ്റർമിനന്റ് ആണ് a1 minus a2 dot b1 cross b2. ഇതിൽ a1 എന്ന് പറയുന്നത് എല്ലാം വൃത്തിയിലാണ്. a1 എന്ന് പറയുന്നത് 1 0 0, a2 പറയുന്നത് p 0 0, b1 പറയുന്നത് 3 4 5. അല്ല സോറി a1 മൈനസ് a2 അല്ലേ? അപ്പൊ a1 മൈനസ് a2 ആണ്. ഇതിൽ 1 1 0 0 ആണ് ഇതിലെ പോയിന്റ്. ഇതിലെ പോയിന്റ് p 0 0 ആണ്. അപ്പൊ a1 മൈനസ് a2 പറയുമ്പോൾ p മൈനസ് 1, 1 മൈനസ് p എഴുതിയാലും കുഴപ്പമില്ല. p മൈനസ് 1 0 0, b1 ക്രോസ് b2 പറഞ്ഞാൽ 3 4 5 3 4 5 2 3 2 3 4. ഇതാണ് ന്യൂമറേറ്റർ ഉണ്ടാവുക. അപ്പൊ അതേ സാധനം താഴെ എഴുതിയാൽ മതി. 3 4 5 2 3 5 2 3 4 i j k, i cap j cap k cap. ഇതിന് മോഡുലസ് അല്ലേ? അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സിമ്പിൾ ആണ്. p മൈനസ് 1 ഇൻറ്റു ബാക്കിയൊക്കെ 0 ആയതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. p മൈനസ് 1 ഇൻറ്റു 16 മൈനസ് 15 it is 1. മൈനസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ p മൈനസ് 1 മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ ഉണ്ടാവുക? 16 മൈനസ് 1 that is i minus j into 12 minus 10 2 minus 2j k into 9 minus 8 1 plus k. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാം. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ സിമ്പിൾ ആണ്. ഇതിന്റെ വാല്യൂ √6 ആണ്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു മോഡ് p മൈനസ് 1 ഡിവൈഡഡ് ബൈ √6. അപ്പൊ ഈ √6 ക്യാൻസൽ ആവും. അപ്പൊ വാല്യൂ വിൽ ബി മോഡുലസ് p മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 or p മൈനസ് 1 ഈക്വൽസ് 1 ആവാം മൈനസ് 1 ആവാം. അപ്പൊ പിക്ക് എന്തൊക്കെയാ വാല്യൂസ്? p ഈക്വൽസ് 2 ആവാം, p ഈക്വൽസ് 0 ആവാം. അപ്പോൾ പോസിബിൾ വാല്യൂസ് ഓഫ് p ആർ 2. ഇറ്റ് ക്യാൻ ബി 2 or 0. 2 ആവാം, 0 ആവാം. there are 2 values. അപ്പൊ സം ഓഫ് വാല്യൂസ് ഓഫ് p ആവാം, ഒക്കെ ആവാട്ടോ. പിക്ക് 2 വാല്യൂസ് എടുക്കാം. സിമ്പിൾ ചോദ്യമാണ്, ഈസി ക്വസ്റ്റ്യൻ. അടുത്തത് k going from 1 to n, alpha raised to k plus 1 by alpha raised to k square is 20. Alpha is one of the root of x square plus x plus 1 equals 0. What is the value of it? മക്കളെ x square plus x plus 1 equals 0 കണ്ട ഉടനെ ഇതിന് റൂട്ട്സ് ഒമേഗ സ്ക്വയർ ആണ്. x square plus x plus 1 സിംപ്ലിഫൈ ചെയ്യാം. -1 നാളെ 4 ഡേ സം എക്സാം റൈറ്റ് ചെയ്യണം. കീം 24 28 അല്ലേ? അപ്പോൾ 4 ഡേ സം എക്സാം റൈറ്റ് ചെയ്യണം. എനിക്ക് മനസ്സിലായില്ല എന്താ ചോദിച്ചാന്ന്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ന്റെ മോനെ മനസ്സിലായില്ല, ഒന്നുകൂടി ക്ലിയർ ആക്കും കേട്ടോ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ന്റെ റൂട്ട്സ് ഒമേഗ സ്ക്വയർ ആണ്. എങ്ങനെ കാണുക? എക്സിന്റെ വാല്യൂ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4 ബൈ 2a ചെയ്ത് നോക്കാം. അപ്പൊ അത് ഒമേഗ സ്ക്വയർ. ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ അറിയാലോ, -12 പ്ലസ് i√3/2 ആണ്. എന്താ ഒമേഗയുടെ പ്രത്യേകത? ഒമേഗ റേസ് ടു എനി പവർ which is a multiple of 3 is 1. ഒമേഗ റേസ് ടു എനി പവർ which is not a multiple of 3 is either ഒമേഗ or ഒമേഗ സ്ക്വയർ. ഇതൊക്കെ ഓർമ്മയുണ്ടാവണം. ഒമേഗയുടെ വാല്യൂ -1/2 പ്ലസ് i√3/2 ആണ്. ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ -1/2 മൈനസ് i√3/2 ആണ്. കോൺജുഗേറ്റ്സ് ആയിരിക്കും. ഇതിന്റെ പ്രോപ്പർട്ടി എന്താ? 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആയിരിക്കും എപ്പോഴും. 1 പ്ലസ് ഒമേഗ സ്ക്വയർ എപ്പോഴും 0 ആയിരിക്കും.
omega raised to any power is a multiple of 3 is always 1. Right? Okay. Now, here simplify. Alpha can be taken as omega or omega square. Alpha is omega to judge. Alpha and omega to judge. This is omega raised to k plus 1 by omega raised to k whole square. Sigma is equal to 20. This simplify the omega raised to 2k plus 2 plus 2ab plus 1 by omega raised to 2k. Omega raised to 2k. Sigma. Then the value 20. K going from 1 to n. K going from 1 to n. Here, omega raised to any power is not a multiple of 3. It's a multiple of 3 is 1. So, omega raised to 3k 1. What is 1 by omega raised to 2k? 1 by omega raised to 2k is omega raised to 3k by omega raised to 2k. That's omega raised to k. So, this is omega raised to k. But this is sigma omega raised to 2k plus omega raised to k. This is omega raised to k plus 2 is equal to 20. K going from 1 to n. What is omega plus omega square? What is omega plus omega square? Omega plus omega square value minus 1. Omega plus omega square value minus 1. This omega power is omega raised to k plus omega raised to 2k value minus 1. K omega square plus 2k. 2k 2k 4k 4k omega അത് വർക്ക് ചെയ്യും. കാരണം ഇപ്പോൾ ഒമേഗ റേസ് ടു നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ ഇങ്ങനെ പറയാം, ഇതിപ്പോൾ ഒമേഗ സ്ക്വയർ പ്ലസ് ഇത് 4 ആയ എന്താവും, ഒമേഗ റേസ് ടു 4 ഇസ് ഓൾസോ മൈനസ് 1. കാരണം എന്താ അറിയോ, ഒമേഗ റേസ് ടു 4 എന്നാൽ ഒമേഗ തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നും കൂടി റേസ് ചെയ്തു, ഒമേഗ റേസ് ടു 4 പ്ലസ് ഒമേഗ റേസ് ടു 8. ഒമേഗ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താ, ഒമേഗയാണ്. ഒമേഗ റേസ് ടു 8 എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ആണ്. റൈറ്റ്? ഇതും മൈനസ് 1 ആണ്. അപ്പം ജനറലി എന്ത് പറയാം, ഒമേഗ റേസ് ടു കെ പ്ലസ് ഒമേഗ റേസ് ടു 2kയുടെ വാല്യൂ മൈനസ് 1 ആണ്. അത് അടിപൊളി ഉണ്ടല്ലോ. ഇതിൻ്റെ വാല്യൂ മൈനസ് 1 ആണ്. അപ്പം സിഗ്മ എടുക്കുമ്പം മൈനസ് 1 ആണ്. അപ്പോൾ വാട്ട് യു ഗെറ്റ്, സിഗ്മ ഓഫ് മൈനസ് 1 പ്ലസ് സിഗ്മ ഓഫ് 2 is equal to 20. For sigma of minus 1 minus 1 minus 1 minus 1 minus 1 n times. But minus n plus 2n is equal to 20. What's the value of n? Therefore, n equals 20. Adivali question. 20 is answer. n equals 20 is answer. Nalla question. Super. Because this minus 1 ആണ്. Minus 1 minus 1 minus 1 n times. But sigma is going from k going from 1 to n ആണ്. But k going from 1 to n ആണ്. But 2 ആകുമ്പോൾ n 2 n times. അപ്പോൾ 2n വരും. റൈറ്റ്? അടുത്തത് ഇതൊരു ഇൻ്റഗ്രേഷനിലെ ചോദ്യമാണ്. ഇതൊരു കട്ടിയുള്ള ചോദ്യമാണ് തോന്നുന്നു കേട്ടോ. കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് m പ്ലസ് n. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഇൻ്റഗ്രൽ ഓഫ് x. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ √1 പ്ലസ് എക്സ് സ്ക്വയർ ഈ ടേമിനൊരു പ്രത്യേകത ഉണ്ട്. അതാണ് ആ ചോദ്യത്തിൻ്റെ പിടുത്തം. √1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, √1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സും √1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും, 1 വരും. എന്ന് വെച്ചാൽ ഇത് രണ്ടും റെസിപ്രോക്കൽസ് ഓഫ് ഈച്ച് അതറാണ്. 1 പ്ലസ് എക്സ് സ്ക്വയർ നമ്മൾ പറയാറില്ലേ, സെക്കൻഡ് തീറ്റ പ്ലസ് ടാൻ തീറ്റയും സെക്കൻഡ് തീറ്റ മൈനസ് ടാൻ തീറ്റയും റെസിപ്രോക്കലാണ്. കൊസിക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ, കൊസിക് തീറ്റ മൈനസ് കോട്ട്, അതുപോലൊരു കൺസെപ്റ്റ്. പ്ലസ് എക്സ് വിൽ ബി ഈക്വൽ ടു 1 ബൈ √1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. അപ്പം ഇതാണ് ഈ ചോദ്യത്തിലെ ഹിച്ച് എന്ന് എനിക്ക് തോന്നുന്നത്. ഈ ചോദ്യത്തിലെ പിടുത്തം ഇതാണ്. ഓക്കെ, അപ്പം നൗ സ്റ്റാർട്ട്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. √1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സിന് ടി കൊടുക്കാം. ശ്രദ്ധിക്കണേ, ഇതിന് ടി കൊടുക്കാം. ഇതിന് ടി കൊടുത്താൽ what will be root of 1 plus x square?
അല്ലെ, ഇതിന് ടി കൊടുത്തോളൂ. ഇതിന് ടി കൊടുക്കാം. റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സിന് ടി കൊടുക്കാം. വാട്ട് ഇസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്? 1/t. 1/t ആവും. അപ്പോൾ ഇത് 1/t ആണ്. അപ്പോൾ ഇത് എന്താവും? ദിസ് ബിക്കംസ് ഇന്റഗ്രൽ ഓഫ് t raised to 10. t raised to 10. ഇത് 1/t raised to 9 അല്ലേ? അപ്പോൾ ഇൻറ്റു t raised to, ഇത് 1/t raised to, അപ്പോൾ ഇത് 1/t ആണ്. അപ്പോൾ മുകളിൽ വരും ഇൻറ്റു t raised to 9 ഇൻറ്റു dx. അപ്പോൾ dx മാറ്റണം അല്ലേ? യു ഹാവ് ടു കൺവേർട്ട് dx. അപ്പോൾ എങ്ങനെ dx മാറ്റാം? എങ്ങനെയാ? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ് ടി അല്ലേ? പ്ലസ് എക്സ് ടി ആണ്. അപ്പൊ റൂട്ട് ഓഫ് വാട്ട് ഇസ് ഡി എക്സ്? ഡിഫറൻഷിയേറ്റ് എന്താ കിട്ടുക? 1/2 റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x dx പ്ലസ്, അല്ല ഡി എക്സ് അവസാനം പറയാം അല്ലേ? ഡി എക്സ് പ്ലസ് 1 dx is equal to dt. അപ്പൊ ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോവും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എക്സ് പ്ലസ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇറ്റ് ഈസ് എക്സ് പ്ലസ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ dx is equal to dt വരും. ഇത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ മക്കളെ? എക്സ് പ്ലസ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ടി ആണ്. അപ്പം ടി ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? നോക്കൂ, ഇതിപ്പം ഇതാണെങ്കിൽ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്താ? 1/t ആണ് അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ആഡ് ചെയ്താൽ 2 റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇത് ആഡ് ചെയ്യുമ്പോൾ എക്സ് എക്സ് വെട്ടി പോലെ ഇറ്റ് ഇസ് ടി പ്ലസ് 1/t. അപ്പോൾ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ടി പ്ലസ് 1/t ബൈ 2 ആണ്. അപ്പോൾ റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ടി പ്ലസ് 1/t ബൈ 2 ആണ്. അപ്പോൾ അവിടെ മുകളിൽ 2 എഴുതാം. dx ഇതാണ് dt. ഓക്കെ, അപ്പം വാട്ട് ഇസ് dx? അപ്പം dxന് പകരം എന്താ എഴുതാം? t പ്ലസ് 1/t ബൈ 2t dt. അടിപൊളി, ഇതാണ് സംഭവം. ഓക്കെ, അതാണ് ചോദ്യം. അടിപൊളി ക്വസ്റ്റ്യൻ ആയിട്ടത്. അപ്പോൾ വാട്ട് യു ഗെറ്റ്? ഈ ടി വെട്ടിപ്പോവും. അപ്പോൾ ഇത് ടി റേസ് ടു 19 ആവും. ഇത് ടി റേസ് 1/2 വേണമെങ്കിൽ പുറത്തെടുത്തോളൂ. 1/2 ഇൻറ്റു ഇത് ടി റേസ് ടു 19, ടി വരുമ്പോൾ ടി റേസ് ടു 18 വരും. ടി റേസ് ടു 18 ഇൻറ്റു ടി പ്ലസ് 1/t dt. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് 1/2 ഇൻറ്റു integral of t raised to 19 dt plus integral of t raised to 17 dt. അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ? ദാറ്റ്സ് ഇനഫ്. അപ്പോൾ വാട്ട് യു ഗെറ്റ്? ദിസ് 1/2 ഇൻറ്റു t raised to 19 is t raised to 20 by 20 plus t raised to 18 by 18 പ്ലസ് സി. ആ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ 1/n ഇൻറ്റു, ഓക്കെ കുഴപ്പമില്ല, സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഞാൻ ഇവിടെ തന്നെ എഴുതാൻ പോകാം കേട്ടോ, അത് നല്ലത്. അപ്പോൾ ഞാൻ ഇത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇറ്റ് ഇസ് 1/2 ഇൻറ്റു, അപ്പുറത്തെ എഴുതിയാൽ മതി. ഇറ്റ് ഇസ് 1/2 ഇൻറ്റു t raised to 20 by 20 t raised to 20 by 20 plus t raised to 18 by 18 t raised to 18 by 18 plus. ഇതാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് കിട്ടേണ്ടത് ഇതാണ്. 1/m ഇൻറ്റു, അവിടെ തന്നെ എഴുതിയാൽ മതി. 1/m ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ x plus root 1 plus x square raised to n into n into root 1 plus x square minus x.
root 1 plus x square minus x plus c. ഇങ്ങനെ ഈ ഫോർമുല എഴുതും. എം എന്താ എൻ എന്താന്ന് ചോദ്യം. അപ്പൊ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ ടിക്ക് പകരം? വാട്ട് ഇസ് ടി? ഇതാണ് ടി. ടിയുടെ വാല്യൂ ഇതാണ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പൊ സിമ്പിൾ ആണത്. അപ്പൊ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു, അപ്പൊ എല്ലാത്തിനും എൽ സി എടുക്കുക അല്ലേ? ഓക്കെ. ഇതിലിപ്പോ ടി റേസ് ടു 18 പുറത്തെടുത്തൂടെ? ടി റേസ് ടു 18 പുറത്തെടുക്കുക അല്ലേ? 1/2 ഇൻറ്റു നിന്ന് ടി റേസ് ടു 18 പുറത്തെടുക്കാം. ടി റേസ് ടു 18 പുറത്തെടുത്താൽ ഇവിടെ എന്ത് വരും? ടി സ്ക്വയർ ബൈ 20 പ്ലസ് 1/18 പ്ലസ് സി വരും അല്ലേ? പ്ലസ് ദാറ്റ്. അപ്പൊ ഇത് വേണമെങ്കിൽ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാം. ഇറ്റ് ഇസ് 1/2 ഇൻറ്റു ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഇസ് ടി? എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 18 ഇൻറ്റു 2018 എൽ സി എടുക്കാം. ഇറ്റ് ഇസ് 360 എൽ സി എടുത്താൽ ഇവിടെ 360. ഇറ്റ് ഇസ് 18 ടി സ്ക്വയർ പ്ലസ് 20. 18 ടി സ്ക്വയർ പ്ലസ് 20 പ്ലസ് ടി അല്ലേ? ശരിയല്ലേ? 18 ടി സ്ക്വയർ പ്ലസ് 20 360. അപ്പൊ ഇവിടെ വരുമ്പോൾ 1/720 ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 18 ഇൻറ്റു 18 ടി സ്ക്വയർ. 18 ടി സ്ക്വയർ ഇസ് 18 ഇൻറ്റു ടി സ്ക്വയർ ഇസ് വീണ്ടും ഇത് തന്നെ വെക്കണം അല്ലേ? എക്സ് പ്ലസ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 2 പ്ലസ് 20 പ്ലസ് 20. അപ്പൊ ഇത് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 18 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 18 ബൈ ദിസ് 18 ഇത് കറക്റ്റായിട്ട് പോകുന്നു. 4 8 18 36 അതെ 4 ആണ് അല്ലേ? അപ്പം 1/40 ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ റേസ് ടു 20 ഇൻറ്റു 20 വരുമ്പം ഇൻറ്റു 20. അവിടെ 20 വരുമ്പോൾ ശരിയാവില്ലല്ലോ. ഇൻറ്റു എൻ ഇൻറ്റു ദാറ്റ് അല്ലേ വരുന്നത്? അപ്പൊ ടി റേസ് ടു 18 എന്നല്ലേ വരിക? ടി റേസ് ടു 18 ആകുമ്പോൾ ഇവിടെ ടി റേസ് ടു 17 വരും. ടി റേസ് 18 ബൈ ദാറ്റ് 19 ബൈ ദാറ്റ്. അപ്പൊ 20 വരും. ദാറ്റ്സ് ഓൾ. ഇൻറ്റു എൻ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, അവിടെ എന്നിൻ്റെ കൂടെ ഒരു സാധനം വരും. ഇൻറ്റു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 1/720 ഇൻറ്റു 720 ഇവിടെ 20 ഉണ്ടാവും. എക്സ് പ്ലസ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 18. അപ്പൊ ഇവിടെ 20 പോവും, ഇവിടെ 36 വരും. അപ്പൊ ദിസ് ഇസ് 1/36. 1/36. അപ്പം 36 40 എടുക്കാം, പുറത്തേക്ക് എടുക്കാം. അപ്പം ഇറ്റ് ഈസ് ഇതിൽ കോമൺ എടുത്താൽ 36 40 കോമൺ എടുത്താൽ 36 40 36 എൽ സി എടുക്കാം. 36 എൽ സി എടുത്താൽ 4 10 9. അപ്പം 9 4s 36. 9 4s 36 360. അപ്പോൾ 1/360. 1/360 ഇൻറ്റു 1/360 ആകുമ്പോൾ 90. ഇതിൽ കോമൺ എടുക്കാം, അതാണ്. You can take common from this. It is x plus root 1 plus x square raised to 18 into ഇങ്ങനെ തന്നെ വരുള്ളൂ. അപ്പം ഇവിടെ n ഇൻറ്റു റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ വന്നാൽ എനിക്കറിയില്ല എന്താണ്. ഓക്കെ,
ഓക്കെ, നമുക്ക് കാൽക്കുലേഷൻ അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് എന്തായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, പക്ഷേ അവസാനം കാൽക്കുലേഷൻ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, അടുത്ത സെഷൻ കെമിസ്ട്രി ചെയ്യും, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. Hi children, let's have a talk on the chemistry part questions in the evening shift of today's JEE examination. നോക്കാം. ഇതാണ് ഒരു ചോദ്യം. X is a peptide which is hydrolyzed to 2 amino acid Y and Z. Y when react with nitrous acid give lactic acid. Z when heated gives cyclic structure as given below. So Z heat ചെയ്യുമ്പോൾ ഇത് കിട്ടും. പിന്നെ Y when reacting with nitrous acid you get lactic acid. ഇതാണ് lactic acid, അറിയാലോ അല്ലേ? This is lactic acid. Y when react with nitrous acid you get a lactic acid. അപ്പോൾ Y എന്തായിരിക്കും ഇവിടെ? So Y will be CH3 CH NH2 COOH ആയിരിക്കും. This when treated with the nitrous acid you can see NH2 will turn ഡൈസോണിയം സോൾട്ട് ആയിട്ട് മാറും. അത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ ഗ്രൂപ്പ് ആയിട്ട് മാറും അല്ലെ? യു ഗെറ്റ് ലാക്ടിക് ആസിഡ്. നമ്മുടെ ചോദ്യം Y ആൻഡ് Z റെസ്പെക്റ്റീവ്ലി എന്നാണ്. ഇതാണ് Y യുനോ. ഇതോ Z suppose it is breaking here. Glycine അല്ലേ വരിക? Glycine. Yes, it is NH2 CH2 COOH. ഇതാണ് Z. Very simple to understand. It is glycine and Y is alanine അല്ലേ? Alanine. So Y and Z respectively, Y is alanine and Z is glycine. Y is alanine and Z is glycine. അപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് 20 അമിനോ ആസിഡുകളുടെ സ്ട്രക്ചർ ഒരു പ്രാവശ്യം കൂടെ വരച്ച് നോക്കിയിട്ട് അടുത്ത ദിവസങ്ങളിലെ പരീക്ഷയ്ക്ക് പോവുക. 20 അമിനോ ആസിഡുകളുടെയും സ്ട്രക്ചർ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വരച്ച് നോക്കണം. അതിൻ്റെ ഐഡന്റിറ്റീസുമായി ബന്ധപ്പെട്ട അടുത്തൊരു ചോദ്യം പ്രതീക്ഷിക്കേണ്ടതാണ് കേട്ടോ. നെക്സ്റ്റ്, total number of electrons in chromium for which the value of azimuthal quantum number L 1 and 2 വരണം. L equal to 1 എന്ന് പറഞ്ഞാൽ p ഓർബിറ്റൽ, L equal to 2 എന്ന് പറഞ്ഞാൽ d ഓർബിറ്റൽ. അതിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് അല്ലെ? ക്രോമിയം അറിയില്ലേ? കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s1 3d5. This is the electronic configuration for chromium അല്ലെ? നമുക്ക് വേണ്ടത് പിയും ഡിയും. ഇവിടെ പി ഉണ്ട്, ഇവിടെ പി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്. അപ്പൊ 6ഉം 6ഉം 12ഉം 5ഉം 17 കിട്ടോ. ആൻസർ 17 വരണം. റൈറ്റ്. അടുത്തത്, maximum IE and minimum IE of group 13 elements. Group 13 elements boron,
അലുമിനിയം, പിന്നെ ഗാലിയം, ഇൻഡിയം ആൻഡ് താലിയം. ഇതിൽ മാക്സിമം അയോണൈസേഷൻ എനർജി ബോറോൺ ആണ്. മിനിമം ഇറ്റ് ഈസ് ഇൻഡിയം. ആ ടേബിള് റെഫർ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, മാക്സിമം ബോറോൺ ആണ്. ഒബ്വിയസ്ലി മിനിമം വരേണ്ടത് താലിയമാണ്, ബട്ട് ഡ്യൂ ടു ദാറ്റ് എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ D10 F14 വരുന്നത് കൊണ്ട് താലിയത്തിന്റെ വാല്യൂ കുറച്ച് കൂടുന്നത് അല്ലെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഓർമ്മയിലുണ്ടായാലും മതി. അപ്പൊ ഇത് മാക്സിമം, ഇത് മിനിമം. ബോറോൺ മാക്സിമം, താലിയം അല്ല. ഇവിടെ ഒരു ചോയ്സ് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ചോയ്സ് ഉണ്ട്. ഇറ്റ്സ് ഓപ്ഷൻ ഫസ്റ്റ് ചോയ്സ് ബോറോൺ ആൻഡ് ഇൻഡിയം കേട്ടോ. അപ്പൊ ആ ടേബിളിൽ നിന്ന്, ഗ്രൂപ്പ് 13 ടേബിളിൽ നിന്ന് എല്ലാ പരീക്ഷകൾക്കും ഇപ്പൊ മാത്രമല്ല ഇതിനു മുൻപും ചോദ്യങ്ങൾ തുടർച്ചയായി വന്നിട്ടുണ്ട്. ആ ടേബിൾ നന്നായിട്ട് നോക്കാതെ അടുത്ത ദിവസങ്ങളിൽ പോകുന്നവര് പരീക്ഷയ്ക്ക് പോകരുത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. റൈറ്റ്. അടുത്തത് ആൽക്കഹോൾ പ്രിപ്പയർഡ് ഫ്രം ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് aqueous KOH by elimination reaction. Alcohol prepared by alkyl halide in presence of aqueous KOH. ഇത്രയും ശരിയാണ്. ഇത് തെറ്റാണ്. It is RX with aqueous KOH. You get ROH. ഇത്രയും ശരിയാണ്. It is SN reaction. ഇത് elimination reaction അല്ല. It is SN reaction. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ് കേട്ടോ. അടുത്തത് alkenes are prepared from alkyl halide with alcoholic KOH by beta elimination. ഇത് ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, 2 ശരിയാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. എന്താ തെറ്റ്? എലിമിനേഷൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 പെർഫെക്റ്റ് ആണ്. alkenes are prepared by the dehydrohalogenation of alkyl halide and it is called beta elimination as hydrogen eliminated from beta carbon. അത് കറക്റ്റ് ആണ്. ഏത് വരും? ഓപ്ഷൻ 4 വരണം കേട്ടോ. ഓപ്ഷൻ 4 വരണം. അടുത്ത ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് ഗ്രാഫ് ബിറ്റ്വീൻ റേറ്റ് കോൺസ്റ്റന്റ് K ആൻഡ് 1/T. Rate constant K and 1/T. In fact, it is log K and 1/T. Log K and 1/T Arrhenius equation. ഓർമ്മയില്ലേ? log K is equal to log A minus EA by RT എന്നാണ്. So this comes along the y-axis and this is C and this is mx. 1/T ആണ് x വരെ. So the slope is equal to minus EA by R. Slope is equal to minus EA by R. Greater the slope, greater the activation energy. അല്ലേ? Greater the slope, greater the activation energy. കൃത്യമായിട്ട് ഈ എക്സർസൈസ് ഉൾപ്പെടെ നോട്ട് ബുക്കിൽ എഴുതി തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം പോവാൻ. ഗ്രേറ്റർ ദ സ്ലോപ്പ്, ഗ്രേറ്റർ ദ ആക്ടിവേഷൻ എനർജി. ചോദ്യം ഓർഡർ ഓഫ് ആക്ടിവേഷൻ എനർജി ആണ് കേട്ടോ. ചോദ്യം ഓർഡർ ഓഫ് ആക്ടിവേഷൻ എനർജി EA1, EA2, EA3. അതിന്റെ ഓർഡർ ആണ് ചോദ്യം. ഒന്നുമില്ല, സ്ലോപ്പ് നോക്കിയാൽ മതി. സ്ലോപ്പ് ഹൈ എവിടെയാണോ അവിടെ ആക്ടിവേഷൻ എനർജി ഹൈ. സ്ലോപ്പ് ഹൈ ഏതാണ്? EA3 ആണ്. സോ EA3 ഗ്രേറ്റർ ദാൻ, പിന്നെ രണ്ടാമത്തെ സ്ലോപ്പ് ആരാണ്? EA2 ആണ്. EA2 ഗ്രേറ്റർ ദാൻ EA1. ദാറ്റ് വിൽ ബി ദ ഓർഡർ. റൈറ്റ്. അടുത്തത് arrange the following carbocation in decreasing order of their stability. Stability order ആണ് വിഷയം. ആദ്യത്തേത് അലൈൽ കാർബോകാറ്റയോൺ ആണ്. ദിസ് ഈസ് അലൈൽ കാർബോകാറ്റയോൺ. ഇത് സാധാരണ സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ദിസ് ഈസ് എ ടെർഷ്യറി കാർബോകാറ്റയോൺ. ഇത് അലൈൽ അല്ല, സിംപ്ലി എ പ്രൈമറി കാർബോകാറ്റയോൺ. സോ ദ മാറ്റർ ഈസ് ഓവർ. മാറ്റർ ഈസ് ഓവർ. അലൈൽ മാക്സിമം, എ മാക്സിമം. അത് കഴിഞ്ഞാൽ ടെർഷ്യറി എന്ന് വെച്ചാൽ സി. അത് കഴിഞ്ഞാൽ സി. സി കഴിഞ്ഞാൽ സെക്കൻഡറി ബി ആൻഡ് ലാസ്റ്റ് വിൽ ബി ഡി. ദാറ്റ് വിൽ ബി ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. അല്ലേ? കറക്റ്റ്. അപ്പോൾ അലൈൽ വരുന്നത് ഇത് മാക്സിമം, പിന്നെ ഇത് സെക്കൻഡറി ടെർഷ്യറി, അത് കഴിഞ്ഞാൽ
ടെർഷ്യറി വരും സി, എ സി, അത് കഴിഞ്ഞ് ബി ആൻഡ് ലാസ്റ്റ് വിൽ ബി ഡി. കേട്ടോ. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് കോംപ്ലക്സ് അയോൺസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഓർഡർ ദെയർ അൺപെയർഡ് ഇലക്ട്രോൺസ്. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ ഓർഡറിൽ ഇവരെ നമുക്ക് അറേഞ്ച് ചെയ്യണം. നമുക്ക് നോക്കാം. സി, നിക്കൽ ടെട്രാ കാർബോണൈൽ. നിക്കൽ ടെട്രാ കാർബോണൈൽ, നിക്കൽ 0 ആണ് കേട്ടോ. ഇറ്റ് ഈസ് D8S2. D8S2. ഈ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് പെയർ ചെയ്തിട്ടാണ് sp3 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ് കേട്ടോ. അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ്. ശരിയല്ലേ? അടുത്തത് Ni2+ ആണ്. Ni2+. Ni2+ will be D8 system. D8 system. D8 സിസ്റ്റത്തില് this is a D8 system. 1 2 3 4 5 6 7 8. D8. നമുക്കറിയാം ഇത് DsP2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ദിസ് ഈസ് DsP2 ഹൈബ്രിഡൈസ്ഡ് സ്ക്വയർ പ്ലാനർ. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പെയർ ചെയ്തിട്ടാണ് DsP2 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ്. എയിലും ബിയിലും നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ് അല്ലെ. അടുത്തത് FeF6 3- എന്ന് പറയുമ്പോൾ Fe3+ എന്ന് വരും. Fe3+. അയൺ D6S2 ആണ്. 3+ എന്ന് പറയുമ്പോൾ D5 എന്ന് വരും. ആൻഡ് ദിസ് ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. സോ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 5 എണ്ണം വരും. അപ്പോൾ ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 5 എണ്ണം വരും. 5 അൺപെയർഡ് ഇലക്ട്രോൺ. ലാസ്റ്റ് കൊബോൾട്ട് 3+ ആണ് കേട്ടോ. കൊബോൾട്ട് 3+. ഇറ്റ് ഈസ് D7S2. 3+ എന്ന് പറയുമ്പോൾ D6 ആണ്. അഗെയിൻ ഹിയർ ഇറ്റ് ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. അപ്പോൾ 4 അൺപെയർഡ് ഇലക്ട്രോൺസ് വരും. 4 അൺപെയർഡ് ഇലക്ട്രോൺസ്. സോ ഐ തിങ്ക് ദ മാറ്റർ ഈസ് ഓവർ. അപ്പോൾ മാക്സിമം വരുന്നത് സി. മാക്സിമം വരുന്നത് സി. അത് കഴിഞ്ഞ് ഡി. ഇവിടെ 5, ഇവിടെ 4. പിന്നെ എയും ബിയും ഈക്വൽ വരണം അല്ലെ. എയും ബിയും ഈക്വൽ വരണം. കാരണം രണ്ടിലും 0 ആണ്. ഇവിടെ 0 തന്നെ അല്ലേ, വേറെ നോക്കാനൊന്നും ഇല്ലല്ലോ. നിക്കൽ 0 സ്റ്റേറ്റ് D8S2. ഇറ്റ് ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ്. 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പൊ D10 ആയി. നോ അൺപെയർഡ് ഇലക്ട്രോൺ. ഇനി ഇവിടെയാണെങ്കിൽ നിക്കൽ 2+ തന്നെയല്ലേ? അല്ല അല്ലേ. നിക്കൽ 4+ ആണ്. അത് ഞാൻ നോക്കിയില്ല. ഓക്കെ, ഞാനിവിടെ ചെയ്തത് നിക്കൽ 2+ ആണ് കേട്ടോ. ദിസ് ഈസ് നിക്കൽ 4+. അപ്പൊ നമുക്ക് ഇതൊന്ന് റീവിസിറ്റ് ചെയ്യണം. ഇറ്റ് ഈസ് നിക്കൽ 4+ എന്ന് വെച്ചാൽ D8S2. ഇവിടുന്ന് 2 പോയി, ഇവിടുന്ന് 2 പോയി. സോ ഇറ്റ് വിൽ ബി D6 അല്ലേടാ. D6. 1 2 3 4 1 2 3 4 5 6 റൈറ്റ്. ആൻഡ് NiCN6 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് D2sp3 ഹൈബ്രിഡൈസേഷൻ. ഇറ്റ് ഈസ് D2sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പോഴും കാര്യമൊന്നുമില്ല. ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് പെയർ ചെയ്തു, ഇത് ഇങ്ങോട്ട് പെയർ ചെയ്തു. D2sp3. again it is 0. നോ ഡൗട്ട് അല്ലെ. സയനൈഡ് അല്ലേ. ഇറ്റ് വിൽ ബി 0. ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ്. അപ്പൊ പിന്നെ മാറ്റമൊന്നുമില്ല. Ni2+ ആയതുകൊണ്ടും 4+ ആയതുകൊണ്ടും മാറ്റമൊന്നുമില്ല. ദാറ്റ് വിൽ ബി 0. ഓക്കെ, ഞാൻ നേരത്തെ 2+ വെച്ചിട്ടാണ് ചെയ്തത്. 4+ വെച്ച് ചെയ്താലും വേറെ മാറ്റം വരാനൊന്നുമില്ല. ഒന്ന് ശരിയല്ലേ നോക്കൂ. D8S2 4+ എന്ന് പറയുമ്പോൾ 4+ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 2 എണ്ണം പോയി, ഇവിടുന്ന് 2 എണ്ണം പോയി. ഇപ്പൊ D6 കിട്ടും. D6 സയനൈഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഫോഴ്സ്ഡ് പെയറിംഗ് നടക്കും. അപ്പോൾ ഇത് ഇങ്ങോട്ട് പെയർ ചെയ്തു, ഇത് ഇങ്ങോട്ട് പെയർ ചെയ്തു. എല്ലാം പെർഫെക്റ്റ് ആയില്ലേ? റൈറ്റ്. 2 D2sp3 ഹൈബ്രിഡൈസേഷൻ. അഗെയിൻ ഇറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. അടുത്തത് ClF3 ഹാസ് 3 പോസിബിൾ സ്ട്രക്ചേഴ്സ്. NCERT കൊടുത്തിരിക്കുന്ന 3 പോസിബിൾ സ്ട്രക്ചേഴ്സ് VSEPR മോഡലിൽ ആ ടേബിളിൽ വിശദീകരിക്കുന്ന 3 സ്ട്രക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത്. ClF3 അതിന്റെ ഒറിജിനൽ സ്ട്രക്ചർ ഇതാണ്. ബെൻഡ് T ഷേപ്പ് ആണ്. അതല്ലാതെ ഇങ്ങനെ വന്നുകൂടെ എന്നൊക്കെ ആർഗ്യൂ ചെയ്യുന്ന ഒരു VSEPR മോഡൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോ ഇത് NCERT ഉള്ളതാണ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അടുത്തത്
3 is most stable structure due to least lone pair bond pair repulsion. 3 is ഇതാണ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് തെറ്റല്ലേ? ഇതല്ല, ഇതാണ് മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ. ClF3 is bend T shape due to lone pair bond pair interaction which dominates. ആ ഒരു കാരണം മറ്റ് സ്ട്രക്ചറുകളിൽ ലോൺ പെയർ ബോണ്ട് പെയറിന്റെ ഇന്ററാക്ഷൻ കൂടുന്നത് കൊണ്ടാണ് ഈ സ്ട്രക്ചർ സ്റ്റെബിലെ കൃത്യമായിട്ട് NCERT വിശദീകരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ നോക്കുക, ആ 3 ടേബിൾ ഉണ്ട്. ആ 3 VSEPR മോഡലില് 3 ടേബിൾ ഉണ്ട്. ആ 3 ടേബിൾ ഭംഗിയായിട്ട് നോക്കിക്കൊള്ളുക കേട്ടോ. ഇത് തെറ്റാണ് കേട്ടോ, ഇത് തെറ്റാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, 2 തെറ്റാണ്. അടുത്തത്, give decreasing basic strength order of the following compounds. Give decreasing basic strength order of following compounds. ഒറ്റ നോട്ടത്തിൽ ആൻസർ ചെയ്യേണ്ടതാണ്. ദിസ് ഈസ് ബ്രിഡ്ജ് ഹെഡ് നൈട്രജൻ. ബ്രിഡ്ജ് ഹെഡ് നൈട്രജൻ കനോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ റെസൊണൻസ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഫ്രീലി അവൈലബിൾ ആയിരിക്കും. ഉറപ്പായിട്ടും 3 വിൽ ബി മാക്സിമം, നോ ഡൗട്ട്. ഇറ്റ് വിൽ ബി 3 മാക്സിമം. കാരണം ഈ 2 സ്ഥലത്തും റെസൊണൻസിൽ ഇൻവോൾവ് ആണ്. ഇവിടെ ഈ ഇലക്ട്രോൺസ് റെസൊണൻസിൽ ഇൻവോൾവ് ആണ്. ഇവിടെയും ഈ ഇലക്ട്രോൺസ് റെസൊണൻസിൽ ഇൻവോൾവ് ആണ്. പക്ഷെ ഇവിടെ ഇയാൾക്ക് റെസൊണൻസിന് ഇയാളുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടിയുണ്ട്. ഇവിടുന്നും ഉണ്ട്, ഇവിടുന്നും ഉണ്ട്. അപ്പൊ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും അല്ലെ? ഇവിടെ ആയിരിക്കും റെസൊണൻസ് മാക്സിമം വരിക. അപ്പൊ 3 കഴിഞ്ഞാൽ 1, 1 കഴിഞ്ഞാൽ 2. ദാറ്റ് വിൽ ബി ദി ഓർഡർ. 3 1 2, 3 1 2. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ കേട്ടോ. റൈറ്റ്. അടുത്ത ചോദ്യം ഇവിടെ ഇല്ല. അടുത്തൊരു ചോദ്യം IUPAC നെയിം ആണ് കേട്ടോ. IUPAC നെയിം ആണ് ഈ ഒരു മോളിക്യൂളിന്റെ IUPAC നെയിം. One, two, three, four. ഇങ്ങനെ ഒരു മോളിക്യൂള്, ഇതിന്റെ IUPAC നെയിം ആണ് ചോദ്യം. ഓഫ് കോഴ്സ് ദർ ഇസ് എ ഹൈഡ്രോക്സി ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഈ മോളിക്യൂൾ ഒരു പ്രത്യേകത എന്താണെന്ന് ഒരുപക്ഷെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്, ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്. അത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത, OH ഗ്രൂപ്പിന്റെ പൊസിഷൻ സിമെട്രിക്കലാണ് അല്ലെ? നോക്ക്, 1 2 3 4, 1 2 3 4. അതുപോലെ തന്നെ ലോക്കന്റ്, OHന്റെ ലോക്കന്റ് സെയിം ആണ്. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ലോക്കന്റ് സെയിം ആണ്. ഒരു സിമെട്രിക് മോളിക്യൂൾ ആണ്. ഇങ്ങനെ ഒരു സിമെട്രിക് മോളിക്യൂൾ വന്നു കഴിഞ്ഞാൽ ലോക്കന്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്പർ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൃത്യമായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡബിൾ ബോണ്ട് ഗെറ്റ്സ് ദ പ്രയോറിറ്റി. ഓഫ് കോഴ്സ് ഇയാൾക്കാണ് പ്രയോറിറ്റി, ഇയാൾക്ക് എവിടുന്ന് വേണമെങ്കിലും നമ്പർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ചെയ്യണോ അവിടുന്ന് ചെയ്യണോ? ഡബിൾ ബോണ്ടിനാണ് പ്രയോറിറ്റി. സോ ഇറ്റ് ഈസ് 1 2 3 4 5 6 7 എന്ന് വരണം. സോ ഇറ്റ് വിൽ ബി എന്താ വരിക? ഇറ്റ്സ് ബേസിക്കലി ഹെപ്റ്റനോൾ അല്ലെ? ഹെപ്റ്റനോൾ ആണ്. സോ ഇറ്റ് ഈസ് ഹെപ്റ്റ് ഈൻ ഐൻ ഓൾ എന്നാണ്. ഹെപ്റ്റ് ഈൻ ഐൻ ഓൾ എന്നാണ് അല്ലെ? സോ ഇറ്റ് ഈസ് ഹെപ്റ്റ് 1 ഈൻ 6 ഐൻ 4 all. That is the name of the molecule. Hept 1 in 6 in 4 all. Hept ഒന്നുകൂടെ നോക്കിക്കോളൂ. Hept 1 in 6 in 4 all. നമ്പർ ഇല്ലാണ്ട് ഒന്ന് വായിച്ചു നോക്കുക. Heptene all. Hept in all. Hept in all എന്ന് വരണം അല്ലേ? റൈറ്റ്. ഒരു IUPAC നെയിം ആണ്. ഓക്കെ. പിന്നെ ഒരു ചോദ്യം, that is weight of magnesium hydroxide in milligram. Weight of magnesium hydroxide in milligram. Weight of magnesium hydroxide in milligram, which gives a pH of the solution 10. ഒരു സൊല്യൂഷന്റെ pH 10 കിട്ടുന്നു. എങ്ങനെ? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്ത്
ഒരു സൊല്യൂഷൻ pH 10 കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന്റെ മാസ് ഇൻ മില്ലിഗ്രാംസ് എത്ര എന്നാണ് ചോദ്യം. എങ്ങനെ ചെയ്യാം? pH 10 എന്ന് പറയുമ്പോൾ POH is equal to 4. Therefore, OH minus concentration 10 power minus 4 എന്ന് വരും അല്ലെ? 10 power minus 4 എന്ന് വരും. So what will be the ഇത്രയും മോൾ പെർ ലിറ്റർ, ശരിയല്ലേ? ഇത്രയും മോൾ പെർ ലിറ്റർ. അപ്പൊ ഇതാണ് 10 പവർ മൈനസ് 4 മോൾ ആണ്. സപ്പോസ് 1 ലിറ്റർ ആണെങ്കിൽ അത്രയും മോൾ ആണ് OH മൈനസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കണം? യു സീ ദാറ്റ് യു ഗെറ്റ് Mg2 പ്ലസ് 2 OH മൈനസ്. സോ വെൻ യു ടേക്ക് 1 മോൾ ഓഫ് ദിസ് യു ഗെറ്റ് 2 മോൾ ഓഫ് ദിസ്. അപ്പോ 1 മോൾ ഇതെടുത്താൽ ഇത് 2 മോൾ കിട്ടും. ഇത് 2 മോൾ കിട്ടിയാൽ ഇത് 1 മോൾ എടുക്കണം എന്നർത്ഥം, ശരിയല്ലേ? അപ്പൊ നമുക്കിവിടെ 10 പവർ മൈനസ് 4 മോൾ ആണ് വേണ്ടത്. സപ്പോസ് ദ ക്വസ്റ്റ്യൻ ഈസ് ഫോർ 1 ലിറ്റർ. 1 ലിറ്റർ ആണ് എങ്കിൽ OH മൈനസ് കോൺസെൻട്രേഷൻ 10 പവർ മൈനസ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കണം? അതിന്റെ പകുതി ആയിരിക്കണം അല്ലെ? സോ ഇറ്റ് വിൽ ബി 0.5 into 10 power minus 4. 0.5 into 10 power minus 4 mole. This will be mass of magnesium hydroxide. Sorry, number of moles of magnesium hydroxide. നമുക്ക് വേണ്ടത് മില്ലിഗ്രാംസിലാണ്. അപ്പൊ നമുക്ക് ഇതിനെ മില്ലി മോൾസിലേക്ക് മാറ്റാം. ഇൻറ്റു 1000 ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് 0.5 into 10 power minus 4 mole into 1000 മില്ലി മോൾ. അപ്പൊ എന്താ ഇടാം? ഇറ്റ് ഈസ് 0.5 into 10 power minus 1 മില്ലി മോൾ എന്നായി. അതിനെ മില്ലിഗ്രാംസിലേക്ക് മാറ്റാൻ ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മതി. സോ മാസ് വിൽ ബി 0.5 into 10 power minus 5 into minus 1 into ഇതിന്റെ മോളാർ മാസ് എന്ത് വരും? 24 17 into 2 അല്ലെ? 34. ശരിയല്ലേ മക്കളെ? 16 17 2 34 24 54 58 അല്ലെ? 58 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 58 0.5 എടുത്തു കഴിഞ്ഞാൽ എന്തായി? 29 അല്ലെ? 29 അല്ലെ? 25 21 into 10 power minus 1. So the answer will be 2.9. Answer will be 2.9. നിയറസ്റ്റ് ഇൻഡിജർ ആണ് ചോദ്യമെങ്കിൽ 3 എന്ന് റിപ്പോർട്ട് ചെയ്യാവുന്ന ആൻസർ ആയിരിക്കാം, ഇഫ് ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. എനിവേ, ചോദ്യം ഇതാണ്. pH 10 വരണം. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന്റെ മാസ് ഇൻ മില്ലിഗ്രാം ആണ് ചോദ്യം. ഇനി വോള്യൂം വേറെ എന്തെങ്കിലും ആണ്. ഇതിപ്പോ ഞാൻ ചെയ്തത് 1 ലിറ്റർ എടുത്തിട്ടാണ് ചെയ്തത്. ഇനി 100 ml ആണ് എന്ന് വിചാരിക്കാം. ഇറ്റ് ഈസ് 10 പവർ മൈനസ് 4 മോൾ പെർ ലിറ്റർ ആണ്. 1 ലിറ്ററിലാണ് ഇത്രയും മോൾസ്. അപ്പൊ 100 ml ആണെങ്കിൽ 10 പവർ മൈനസ് 5 മോൾ എന്ന് വരും. കാൽക്കുലേഷൻസിൽ ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ, അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ. റൈറ്റ്? ഇത്രയും ചോദ്യങ്ങളാണ് കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മറ്റു വിഷയങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ശരി.
ഓക്കെ, മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യനോടെ നമുക്ക് നോക്കാം. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ ഒബ്സർവേഷൻസ് ഈസ് 4 and 2. Mean x bar is equal to 4, variance sigma square is equal to 2. ഒബ്സർവേഷൻ അതാണ്. അപ്പോൾ അതിനകത്തുനിന്ന് എയും ബിയും കണ്ടുപിടിക്കുക. ദെൻ ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് ഓഫ് ദ ഒബ്സർവേഷൻ. ചെറിയ വ്യത്യാസം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും ചെയ്യാറുണ്ട്. ഇവിടെ മീൻ ഡീവിയേഷൻ അബൌട്ട് മോഡ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻസ് 2 + 3 + 3 + 4 + 5 + 7 + a + b ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 3, 8 ഒബ്സർവേഷൻ ഈക്വൽ ടു 4. മീൻ ഇസ് ഈക്വൽ ടു 4. അപ്പോൾ ഇതിനകത്തുനിന്ന് a + b എന്ത് കിട്ടും? 32 minus 10 plus 5, 15 plus 9, 24 അല്ലേ? 24 which is equal to 8. a plus b is equal to 8 എന്ന് കിട്ടി ഒരു ഇക്വേഷൻ. നെക്സ്റ്റ്, വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ xi സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ. ദാറ്റ് ഇംപ്ലൈസ് 2 ഈക്വൽ ടു ഇതിൻ്റെ എല്ലാ സ്ക്വയർ 4 + 9 + 9 plus 16 plus 25 plus 49 plus a square plus b square by 8 minus mean 4 ആണ്. അതിൻ്റെ സ്ക്വയർ 16. ലെഫ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ 16 + 2 18. ഈ 8 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. ഇൻറ്റു 8 ഈക്വൽ ടു ഇത് ആഡ് ചെയ്താൽ 25 + 25 ഇത്രയും 50 വരും. പിന്നെ 49 + 9 58. 58 + 4 62 കിട്ടും. ശരിയല്ലേ? പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ത് കിട്ടും? 18 × 8 144 minus 62 to 8. A square plus b square is equal to 82. A plus b is equal to 8. A plus b is equal to 8. A square plus b square is equal to 82. അപ്പോൾ എങ്ങനെ കിട്ടും? 9ഉം 1ഉം എടുത്താൽ ശരിയാവില്ലല്ലോ അല്ലേ? 83 വരുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a plus b whole square 64 is equal to 82 minus 2ab. 2ab is equal to 8 കിട്ടും. ab is equal to 4. ഓ, കാൽക്കുലേഷനിൽ എവിടെയോ ചെറിയ മിസ്റ്റേക്ക് വന്നല്ലോ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എത്ര കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അതെവിടെ 62 ആയിരിക്കുമല്ലോ. 15 കൂടെ ഇല്ലേ അല്ലേ? 62 അല്ല, പ്ലസ് 15 കൂടെ വരുന്നുണ്ട് കേട്ടോ. സോറി. അപ്പോൾ ഇവിടെ കാൽക്കുലേഷനിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു.
50 പ്ലസ് 50 പ്ലസ് എത്ര കിട്ടിയത്? 62. അപ്പോൾ 112 കിട്ടും അല്ലേ? 112. 18 into 8. 18 into 8 എത്രയാണ് നമുക്ക് കിട്ടിയത്? 144. 144 minus 112. 2 1 plus 3 4 32. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 32 കിട്ടും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 32 കിട്ടും. എ പ്ലസ് ബി 8 കിട്ടും. ഓക്കെ, നമ്മുടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൽ കൊടുത്തു കഴിഞ്ഞാൽ 64 ഈക്വൽ ടു 32 മൈനസ് 2ab വരും. 32 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 32 പ്ലസ് 2ab. എ സ്ക്വയർ പ്ലസ് പ്ലസ് 2ab. അപ്പോൾ 32 ഈക്വൽ ടു 2ab വരും. ab ഈക്വൽ ടു 16 വരും. എ ഇൻറ്റു ബി 16, എ പ്ലസ് ബി 8. അപ്പോൾ എയും ബിയും നമുക്ക് എന്തെടുക്കാം? എ പ്ലസ് ബി 8ഉം എ ഇൻറ്റു ബി 16ഉം. സോ എ ഈക്വൽ ടു ബി ഈക്വൽ ടു 4 എന്ന് കിട്ടും. എയും ബിയും 4 കിട്ടി. അപ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 2 3 3 ഓർഡറിൽ എഴുതുവാണ്. ഓർഡറിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 4 4 4. ഓൾറെഡി ഒരു 4 ഇവിടെ ഉണ്ട്. പിന്നെ എക്കും ബിക്കും നമുക്ക് 4 കിട്ടി. 5 7. മോഡ് എന്ന് പറയുന്നത് എന്താണ്? മോഡ് ഈക്വൽ ടു 4 ആണ്. കാരണം 4 ആണ് അവിടെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത്. 4. മോഡ് ഈക്വൽ ടു 4. ഇനി മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ്, അതായത് ഓരോ ഒബ്സർവേഷനിൽ നിന്നും മോഡിനുള്ള ഡീവിയേഷൻ കാണണം, അതിൻ്റെ മീൻ കാണണം. ഓരോന്നിൽ നിന്നുള്ള ഡീവിയേഷൻ എടുത്താൽ അതിൻ്റെ മോഡൽസ് എടുക്കണം കേട്ടോ. അതായത് സിഗ്മ മോഡ് xi മൈനസ് 4 ഡിവൈഡഡ് ബൈ 8 ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 2 മൈനസ് 4 2 കിട്ടും. 1 കിട്ടും. 1 കിട്ടും. 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 പ്ലസ് 4 8 ബൈ 8. അങ്ങനെ ആൻസർ 1 എന്ന് കിട്ടും. മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ചെറിയ നമ്പേഴ്സ് ആയിരുന്നു. ഓക്കെ, ഫെമിലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. എ കാർഡ് ഈസ് ലോസ്റ്റ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. 52 കാർഡിൽ നിന്ന് ഒരു കാർഡ് നഷ്ടപ്പെട്ടു. n കാർഡ്സ് ആർ ഡ്രോൺ ഫ്രം ദ റിമൈനിങ് കാർഡ് ആൻഡ് ദേ ആർ ഫൗണ്ട് ടു ബി സ്പെയർഡ്. 52 കാർഡിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടു. ബാക്കി 51 കാർഡ് ഉണ്ട്. ഈ 51 കാർഡിൽ നിന്ന് ഒരു കാർഡ് എടുക്കുന്നു. n കാർഡ് എടുക്കുന്നു. അത് സ്പെയർഡ് ആവണം. അപ്പോൾ ഞാൻ അതിനെ ക്യാപിറ്റൽ എ എന്ന് വിളിക്കുന്നു. എ എന്ന് വിളിക്കുന്നത് n കാർഡ് ഡ്രോൺ സ്പെയർഡ്. അതാണ് ഞാൻ ക്യാപിറ്റൽ എ എന്ന് വിളിക്കുന്നത്. ഇഫ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ കാർഡ് ഓഫ് സ്പെയർഡ് ഈസ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടത് സ്പെയർഡ് ആവാനുള്ള പ്രോബബിലിറ്റി 11/50 ആണ്. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് കാർഡ് സ്പെയർഡ്. E2 എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് കാർഡ് നോട്ട് സ്പെയർഡ്. Find the value of n. P of E1 given A എന്ന് പറയുന്നത് 11/50 എന്ന് തന്നിട്ടുണ്ട്. ബേസ് തിയറം. n കാർഡ്സ് എടുക്കുന്നു. ബാക്കിയുള്ള കാർഡിൽ നിന്ന് അത് സ്പെയർഡ് ആണ് സംഭവിച്ചത്. ദ പ്രോബബിലിറ്റി ഓഫ് ലോസ്റ്റ് കാർഡ് സ്പെയർഡ്. ഇനി ഓരോന്നും നമ്മൾ എഴുതിയാൽ
പി ഓഫ് E1 സ്പേഡ് നഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി 1/4 ആണ്. കാരണം 13 സ്പേഡ് ഡിവൈഡഡ് ബൈ 52. അപ്പോൾ സ്പേഡ് അല്ലാത്ത ക്ലബ്, ഡയമണ്ട്, ഹേർട്ട് ഇത് ഏതെങ്കിലും നഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി 3/4. എ ഗിവൺ E1 എന്ന് പറഞ്ഞാൽ സ്പേഡ് ഓൾറെഡി നഷ്ടപ്പെട്ടു. ബാക്കിയുള്ള 51 കാർഡിൽ നിന്ന് n കാർഡ് എടുത്തു, അതാണ് എ. അത് സ്പേഡ് ആവണം. അപ്പോൾ ബാക്കിയുള്ള 51 കാർഡിൽ നിന്ന് n കാർഡ്സ് എടുത്തു, അത് സ്പേഡ് ആവണം. കാരണം E1 എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് സ്പേഡ് എടുക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പി ഓഫ് എ ഗിവൺ E2 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പേഡ് നഷ്ടപ്പെട്ടിട്ടില്ല, വേറെ ഏതോ കാർഡ് നഷ്ടപ്പെട്ടു. ബട്ട് ബാക്കിയുള്ള 51 കാർഡിൽ നിന്ന് n കാർഡ് എടുക്കുന്നു, അത് സ്പേഡ് തന്നെ ആവണം. സ്പേഡ് നഷ്ടപ്പെട്ടിട്ടില്ല. ബേസ് തിയറി അപ്ലൈ ചെയ്താൽ പി ഓഫ് E1 ഗിവൺ എ ഇസ് ഈക്വൽ ടു സ്പേഡ് നഷ്ടപ്പെട്ടു ഇൻറ്റു പി ഓഫ് E1 ഇൻറ്റു എ ഗിവൺ E1. ബാക്കിയുള്ള 12 കാർഡിൽ നിന്ന് n കാർഡ് എടുക്കുന്നു, അത് സ്പേഡ് ആവണം, ഡിവൈഡഡ് ബൈ 1/4 ഇൻറ്റു 12CN ബൈ 51CN പ്ലസ് 3/4 ഇൻറ്റു 13CN ബൈ 51CN സീക്വൽ ടു ആണ് അവർ എത്ര തന്നിരിക്കുന്നത്? 11/50. തീർച്ചയായിട്ടും 4 കട്ട് ചെയ്തു, 51C1 51CN 51CN കട്ട് ചെയ്തു. ബാക്കിയുള്ള കാർഡ് നമ്മൾ എടുത്താൽ 12CN ബൈ 12CN പ്ലസ് 3 ഇൻറ്റു 13CN സീക്വൽ ടു 11/50. ഇനിയിപ്പോൾ ട്രയൽ ആൻഡ് എറർ വഴി നമുക്ക് എന്നിന് ഓരോ വാല്യൂ കൊടുത്ത് നോക്കുക എന്നുള്ളതേ പറ്റുള്ളൂ. അപ്പോൾ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും 12/12 പ്ലസ് 3 ഇൻറ്റു 13 ആൻസർ കിട്ടില്ല. എന്നിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 എന്ന് കൊടുത്താൽ 12C2 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 11/1 ഇൻറ്റു 2 66 കിട്ടുന്നു ബൈ 66 പ്ലസ് 3 ഇൻറ്റു 13C2 എന്ന് പറഞ്ഞാൽ 13 ഇൻറ്റു 12/1 ഇൻറ്റു 2, അപ്പോൾ 13 ഇൻറ്റു 6 വരും, 13 ഇൻറ്റു 6 വരും, 78 വരുന്നു. 13 ഇൻറ്റു 6 ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. 6 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ 11 വരും ബൈ 11 പ്ലസ് ഇവിടെ 6 വെച്ച് കട്ട് ചെയ്താൽ 3 കട്ടായി പോയി, പിന്നെ 39 വരും, 39. സോ 11 ഡിവൈഡഡ് ബൈ 0.5 11/50 ആൻസർ കിട്ടുന്നുണ്ട്. ട്രയൽ ആൻഡ് എറർ വഴി നമുക്ക് എന്നിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. ഓക്കെ, സോ n ഇസ് ഈക്വൽ ടു 2. ബേസ് തിയറത്തിൽ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇൻഫിനിറ്റ് സീരീസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇവിടെ 4 ഇൻറ്റു 4 മതി. നമ്മളിതിൻ്റെ ജനറൽ ടേം എഴുതുന്നു. ജനറൽ ടേം എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് സിഗ്മ r is equal to 1 to 20 4r divided by ഈ ടേം 1/4 2/4 അതായത് r/4 വരും പ്ലസ് 3r² പ്ലസ് 4 എന്നും കിട്ടും. ശരിയല്ലേ? ആറിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം, ആറിന് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടൈം കിട്ടുന്നുണ്ട്. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുക. ടെലസ്കോപ്പിക് സീരീസ് പോലെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ഡിനോമിനേറ്ററിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഡിനോമിനേറ്റർ r² the whole square പ്ലസ് 4r²
പ്ലസ് 4 മൈനസ് ആർ സ്ക്വയർ എന്ന് എഴുതുവാണ്. 3r² ആണ്. 3r²നെ 4r² മൈനസ് r² ഇട്ടു. അപ്പോൾ ഈ 3 ടേം r² പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് r² എന്ന് വരും. ഓക്കെ, സോ r² പ്ലസ് 2 മൈനസ് r ഇൻറ്റു r² പ്ലസ് 2 പ്ലസ് r a പ്ലസ് b a² മൈനസ് b², a പ്ലസ് b ഹോൾ സ്ക്വയർ ഇൻറ്റു a മൈനസ് b ഹോൾ സ്ക്വയർ. സോ സിഗ്മ r is equal to 1 to 20, 4r ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിനെ നമ്മൾ r² മൈനസ് r പ്ലസ് 2 ഇൻറ്റു r² പ്ലസ് r പ്ലസ് 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ 3r² ആയിരുന്നു, അത് 4r² എഴുതിയിട്ട് ഒരു r² സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റിംഗ് ദ സ്ക്വയറിലേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. a² മൈനസ് b² a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ r is equal to 1 to 20, 1 divided by r² മൈനസ് r പ്ലസ് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ r² പ്ലസ് r പ്ലസ് 2. ഇത് LCM കണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ r² കട്ടായി പോവും, 2 കട്ടായി പോവും. പിന്നെയോ 2r എന്ന ന്യൂമറേറ്ററിൽ വരും. പക്ഷെ ഇവിടെ 4r ഉണ്ട്, ഒരു 2 ഔട്ട് സൈഡ് എടുത്താൽ മതി. അപ്പോൾ പിന്നെ ന്യൂമറേറ്റർ അതുപോലെ തന്നെ വന്നു. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ടേമുകൾ ക്യാൻസലായി പോകുന്നു. 2 ഇൻറ്റു നോക്കൂ, r-ന് 1 കൊടുത്താൽ ഇത് കട്ടായി പോയിട്ട് 1/2 മൈനസ് ഇവിടെ r-ന് 1 കൊടുത്താൽ 1/4 പ്ലസ് r-ന് 2 കൊടുത്താൽ 1/4 മൈനസ് അവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ 1/8. ശരിയല്ലേ? 4 പ്ലസ് 4 8. r-ന് 3 കൊടുത്താൽ 1/8 മൈനസ് ഇവിടെ 3 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ 3 9 മൈനസ് 3 9 മൈനസ് 1 8. അവിടെ 3 കൊടുത്താൽ 9 പ്ലസ് 5 14. ഇങ്ങനെ പോകും. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേംസ് ഇത് ഇങ്ങനെ ക്യാൻസലായി പോകും അല്ലേ? ഇത് ഇങ്ങനെ ക്യാൻസലായി പോകും. അപ്പോൾ ഈ ലാസ്റ്റ് ടൈമോടെ അവിടെ അവശേഷിക്കും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 20 ഇൻറ്റു ഈ ഫസ്റ്റ് ടൈം 1/2 മൈനസ് ലാസ്റ്റ് ടൈം. ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ r-ന് 20 കൊടുക്കുമ്പോൾ 1/400 പ്ലസ് r-ന് 20, 400 പ്ലസ് 20 പ്ലസ് 2 422 കൂടെ ബാക്കി അവിടെ ഉണ്ടാവും. സോ 1/422 വരും. ഈ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 1 മൈനസ് 1 211 വരും. ഇത് LCM കണ്ടു കഴിഞ്ഞാൽ 210/211 വരും. ആൻസർ ഇസ് ഓഫ് ദ ഫോം m/n, വേർ m ആൻഡ് n ആർ co-prime. m പ്ലസ് n കണ്ടുപിടിക്കണം. m പ്ലസ് n കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇത് രണ്ടോട് ആഡ് ചെയ്ത് എന്ത് കിട്ടും? 421 അല്ലേ? 21 421. ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പല സ്ലോട്ടുകളിലും ചോദിച്ചു. അപ്പോൾ ഇനിയും നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ബൈനോമിയൽ തിയറത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ചിലതിനകത്ത് ഇത് സീരീസ് ആയിട്ട് തരുന്നു, നമ്മൾ ജനറൽ ടൈം എഴുതുന്നു. ഈ r² ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത് റിസൾട്ടായിട്ട് ബൈഹാർട്ട് പഠിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. r² എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ്, NCR-ൽ നിന്ന് n-ഉം r-ഉം നമുക്കിങ്ങ് എടുത്താൽ ബാക്കി എന്തെഴുതാം? n-1 c r-1. n-ഉം എടുക്കുന്നു, r-ഉം എടുക്കുന്നു. അപ്പോൾ ഓരോന്ന് കുറച്ചാൽ മതി. അപ്പം അങ്ങനെ ഒരു r പോവും. r² ഇൻറ്റു 15/r ഇൻറ്റു 14c r-1. 15 എടുത്തു, 6 എടുത്തപ്പോൾ ഓരോന്ന് കുറഞ്ഞു, ഒരു 6 കട്ട് ചെയ്ത് പോയി. സോ 15 ഇൻറ്റു r ഇൻറ്റു ഇനിയുള്ളത് 14-ഉം r-1 ഉള്ളത്. അത് പുറത്തേക്ക് എടുത്താൽ നമുക്ക് r-1 കിട്ടുള്ളൂ. ഇവിടെ 6 കിടക്കുന്നത്.
ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. ഒരു -1 കൊടുത്തു, ഒരു +1 കൊടുത്തു. എന്നിട്ട് ഇൻറ്റു 14CR-1. ഇത് ബ്രാക്കറ്റിനകത്തേക്ക് കൊടുത്താൽ 15 ഇൻറ്റു R-1 ഇൻറ്റു 14CR-1ൽ 14/R-1 ഇൻറ്റു 13CR-2. 14ൽ നിന്ന് 1 കുറച്ചു, R-1ൽ നിന്ന് 1 കുറച്ചു, പ്ലസ് ഇതിപ്പോൾ 14CR-1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, 14CR-1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14CR-1 എന്ന് കിട്ടുന്നു. R-1 കട്ടായി പോകുന്നു. 15 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഇൻറ്റു 14 ഇൻറ്റു 13CR-2 പ്ലസ് 15 ഇൻറ്റു 15 മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 14CR-1 വരും. സിഗ്മ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 13C0 പ്ലസ് 13C1 പ്ലസ് എക്സെട്ര 13C13 വരും. അത് 2⁻13 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 15 ഇൻറ്റു 14 ഇൻറ്റു 2⁻13 പ്ലസ് ഇത് 2⁻14 എന്നും കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 2⁻13 നമുക്ക് വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 15 ഇൻറ്റു 2⁻13 ഔട്ട് സൈഡ് എടുത്തു. ബാക്കി കിട്ടുന്നത് ഇവിടെ 14 പ്ലസ് 2 എന്ന് വരും. നമുക്ക് ഈ ഒരു ഫോമിലേക്ക് മാറ്റണം അല്ലേ? 2⁻13 പുറത്തേക്ക് എടുത്താൽ 14 ഉണ്ടാവും, ഇവിടെ ഒരു 2 ഉണ്ടാവും. അപ്പോൾ ഇത് 16 വരും. അപ്പോൾ 15 ഇൻറ്റു 2⁻13 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ 2⁻4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫോമിലേക്ക് മാറ്റിയാൽ 2⁻17 വരും, 3⁻1 വരും, 5⁻1 വരും അല്ലേ? 13 പ്ലസ് 4 17 വരും. 15 3 ഇൻറ്റു 5 എന്ന് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് L പ്ലസ് M പ്ലസ് N കണ്ടുപിടിക്കണം. L പ്ലസ് M പ്ലസ് N 17 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ആൻസർ 19 എന്ന് കിട്ടും. ആൻസർ ഈസ് 19. ഓക്കെ, 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, കൃഷ്ണമാഷ് അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്തു തരും. ഓക്കെ, നമുക്ക് ഈ 2 ചോദ്യം നോക്കാം. 2 ക്വസ്റ്റ്യൻസ് ആയിട്ട്. എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് സാറ്റിസ്ഫൈസ് എ ഫങ്ഷണൽ ഇക്വേഷൻ. ഇത് നമ്മൾ എപ്പോഴും പറയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് റെസിപ്രോക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്ന് ജി ഓഫ് എക്സ് വേണം, ഇതിന്ന് എഫ് ഓഫ് എക്സ് വേണം, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം രണ്ടും ഒരേപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് ജി ഓഫ് എക്സ് കാണാൻ എളുപ്പമാണ്. നോക്കൂ, ഇതിൽ നോക്കൂ, ട്വൈസ് ജി ഓഫ് എക്സ് പ്ലസ് ത്രൈസ് ജി ഓഫ് 1. ഇതൊക്കെ കാൽക്കുലേഷൻ കുറച്ച് അധികമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 to 2 അല്ലേ, അപ്പോൾ ഇൻറ്റഗ്രേഷൻ നല്ലോണം ഉണ്ടാവും. ഇസ് ഈക്വൽ ടു എക്സ്, എക്സിന് പകരം 1/x റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് എക്സ് വിത്ത് 1/x. അപ്പോൾ ട്വൈസ് ഓഫ് ജി ഓഫ് 1/x
പ്ലസ് ത്രൈസ് ഓഫ് ജി ഓഫ് എക്സ്. ഇത് 1/x ആയിരിക്കും. ഇതിന്ന് ജി ഓഫ് എക്സ് കാണാം. ജി ഓഫ് എക്സ് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ജി ഓഫ് 1/x കളയുക. അപ്പം ഇതിന് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിന് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പം 4 ഇവിടെ 9 ഉണ്ടാവും, ഇവിടെ സബ്ട്രാക്ട് ചെയ്തോളൂ. അപ്പോൾ ദിസ് ഇസ് 9 മൈനസ് 4, ഇറ്റ് ഇസ് 5 ജി ഓഫ് എക്സ് is equal to 3/x minus 2x അല്ലേ? അപ്പോൾ ജി ഓഫ് എക്സ് കിട്ടി. ചോദിച്ചത് ആൽഫ. വാട്ട് ഇസ് ആൽഫ? ആൽഫ ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റഗ്രൽ 1 to 2 എന്താണ് ജി ഓഫ് എക്സ്, ബീറ്റയാണ്, സോറി ബീറ്റയാണ്, ജി ഓഫ് എക്സ് ബീറ്റയാണ്. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു 1/5 ജി ഓഫ് എക്സ് എന്താണ്? 3/5 മൈനസ് 2x dx. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് 1/5 ഇൻറ്റു 3/5 ഇൻറ്റു 2 മൈനസ് 1. അപ്പോൾ 3/5 തന്നെ, 3/5 അല്ല 3/x ആണ്, സോറി 3/x ആണ്, 3/x ആണ്. 3/x ആകുമ്പോൾ 3 log x. അപ്പോൾ 3 log 2 മൈനസ് log 1 0 ആണ്. പിന്നെ മൈനസ് എക്സ് സ്ക്വയർ വരും. എക്സ് സ്ക്വയർ ആകുമ്പം 2x ഉണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ആണ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 4 മൈനസ് 1 3. അപ്പോൾ ഇതാണ് ബീറ്റയുടെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ വേണം. വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇതേപോലെ തന്നെ വരിക. അപ്പോൾ 5 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 5 ആണ്, ഇവിടെ 1/x സ്ക്വയർ പ്ലസ് 5 ആണ്. അപ്പോൾ 3 ഇൻറ്റു 1/x സ്ക്വയർ പ്ലസ് 5 മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5. ഇതേപോലെ തന്നെ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ തോന്നും അല്ലേ? ഇവിടെ 2 ജി ഓഫ് എക്സ് ആണ്, 3 ജി എഫ് ഓഫ് 1/x ആണ്, അതേപോലെ അല്ലേ? അപ്പോൾ ഇതേ ലോജിക്ക് ഉപയോഗിച്ചാൽ ഇത് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 5 ആയിരിക്കും, ഇവിടെ 1/x സ്ക്വയർ പ്ലസ് 5 ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 ഇൻറ്റു 1/x സ്ക്വയർ പ്ലസ് 5 മൈനസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5. ശരിയാണ്. അപ്പോൾ വാട്ട് ഇസ് എഫ് ഓഫ് എക്സ്? ഇതൊന്ന് വൃത്തിയിൽ എഴുതാനാണെങ്കിൽ ഇറ്റ് ഇസ് 3/x സ്ക്വയർ മൈനസ് 2x സ്ക്വയർ. ഇവിടെ 15 ഉണ്ടാവും, 10 ഉണ്ടാവും, അപ്പോൾ 5 ഉണ്ടാവും. അപ്പോൾ അതാണ് എഫ് ഓഫ് എക്സ്. വാട്ട് ഇസ് ആൽഫ? ആൽഫ ഇസ് integral of 1/5 integral of 1 to 2 3/x square minus 2x square plus 5 dx. Integrate ചെയ്യാം. അപ്പോൾ alpha equals 1/5 into 3x square, x raised to minus 2 by minus 2 plus 1 by minus 2 plus 1. It is minus 3/x. Minus 2 plus 1 by minus 2 plus 1. Minus 1. ശരിയാണ്. ഇത് 2x cube minus 2x cube by 3 plus 5x. Upper limit, lower limit 2 to 1. അപ്പോൾ ഇത് 1/5 into കാൽക്കുലേഷൻ കുറച്ച് പ്രശ്നം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. minus 3 into 1/2 minus 1. 1/2 minus 1 is minus 1/2. Plus 1/2 minus 2/3 into 8 minus 1 7 plus 5 into 2 minus 1 it is 5. അത് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ്സ് ഓൾ. അപ്പം സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ എടുക്കാം. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത് വേണമെങ്കിൽ 6 LC എടുക്കാം. 1/5 into 6 LC എടുക്കാം. 6 LC എടുക്കുമ്പോൾ 9 minus 14 ആകുമ്പോൾ 28 plus 6 5 30 വരും അല്ലേ? അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പം 218 ഇറ്റ് ഈസ് 18 വരും. 28 ആകുമ്പോൾ 2 ആകുമ്പം 28 plus 30 28 plus 30 2 ആകുമ്പം 9 plus 2 11 by 6 5 30 11/30 ആണ് കിട്ടുക പീറ്റയുടെ വാല്യൂ. 11/30. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടി കൂട്ടാം. അപ്പോൾ ചോദിച്ചത് എന്താ? 9 alpha plus beta. What is 9 alpha plus beta?
Therefore, 9 into alpha. Alpha is 11 by 30 plus beta. Beta is plus 3 by 5 ln 2. 3 by 5 ln 2 minus 3 by 5. Minus 3 by 5. But 9 will go. Here 30 വെക്കാം. Here 3, 3, 10. 3, 3 is 9. Here 10 വരും. അപ്പം 33 by 10. ഇവിടെ 10 ആകുമ്പം ഇവിടെ 30 വരും. 33 നിന്ന് 3 പോയാൽ 3 വരും. 3 by 10. അപ്പം 3 by 10 ആകുമ്പോൾ എന്താ വരിക? It is 33 minus ഇവിടെ 2 ആകുമ്പോൾ 6 വരും. 33 minus 6. 33 minus 6 is 27. But 27 by 10. 27 by 10 minus 3 by 5 log. Plus 3 by 5 log. But 27 by 10. 27 plus 6 log 2 by 10. ഇതാണ് ആൻസർ. A is answer. സിമ്പിൾ ചോദ്യമാണ്. സാധാരണ എഫ് ഓഫ് എക്സ് എക്സിന് പകരം 1/x റീപ്ലേസ് ചെയ്താൽ മതി. ഇത് കഴിഞ്ഞ എല്ലാ കൊല്ലം എല്ലാ സെഷനിലും ചോദിക്കേണ്ട ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പക്ഷേ ഈ കണ്ടീഷൻ മാത്രം മാറ്റുകയാണ് അവർ. A is equal to -3, -2, -1, 0, 1, 2, 3 and XRY implies 2x minus y belongs to 0, 1. I is the number of elements in the given relation. Mn and the minimum number of elements to be added to make it reflexive and symmetric. What is I plus m plus n? ഇതേ ചോദ്യം ഇന്നലെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ടീഷൻ മാത്രം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലത് എക്സ് ഏതൊക്കെയാ വാല്യൂസ് എടുക്കുക? -3 എടുക്കാം. -3, -2, -1, 0, 1, 2, 3 അല്ലേ? 2x എന്തായിരിക്കും? വാട്ട് ഇസ് 2x? -6, -4, -2, 0, 2, 4, 6 അല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോൾ 2x minus y 0 അല്ലെങ്കിൽ 1 ആണ്. 2x minus y 0 അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള y മാത്രം എടുക്കുക. ഇവിടെ അങ്ങനെയുള്ള y മാത്രം. 2x minus y 0 ആവണം. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. -6നെ ഇതിൻ്റെ ഉള്ളിൽ ആരെ സബ്ട്രാക്ട് ചെയ്താലും 0, 1 കിട്ടില്ല. -4 അതേ ഒന്നും ഉണ്ടാവില്ല. -2 ഉണ്ടാവും. -2 -2 0 ആണ്. -2 -3 1 ആണ്. വർക്ക് ചെയ്യും. അപ്പം 2 -2 3 വരും. 0 ആകുമ്പോൾ 0 0 -0 0 ആണ്. 0 -1 0 -1 1 ആണ്. അപ്പോൾ 0 1 ആവും. 2 ആകുമ്പം 2 -2 0 ആണ്. 2 -1 1 ആണ്. 2 -2 2 -1 1 ആണ്. ഓക്കെ. ഇവിടെ 4 ആകുമ്പോൾ ഇത് 2x ആണ്, ശ്രദ്ധിക്കണം. 4 ആകുമ്പം 4 ഇവിടെ 3 പറ്റും. 4 -3 1 ആണ്. 4 -4 ഉണ്ടാവില്ല, കഴിഞ്ഞു. ഇവിടെ ഉണ്ടാവില്ല. ദാറ്റ്സ് ഓൾ. സിമ്പിൾ അല്ലേ മക്കളെ? അപ്പോൾ ആർ എന്തായിരിക്കും? വാട്ട് ഇസ് ആർ? ആ റിലേഷൻ, അതായത് ഈ ഡിഫൈൻ ചെയ്ത റിലേഷൻ, ഈ റിലേഷൻ ആർ എന്തായിരിക്കും? ഇത് അങ്ങോട്ട് എഴുതാം. കണ്ടോ? ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ 2 2 4 2 6 1 7 ആൾക്കാരുണ്ടാവും. അപ്പോൾ I എന്ന് പറഞ്ഞാൽ I will contain actually 7 elements. അത് വേണമെങ്കിൽ ആ 7 എലമെന്റ്സ് എഴുതാം നമുക്ക് അല്ലേ? -1 -2 -1 -2 ഉണ്ടാവും. പിന്നെ -1 -3 ഉണ്ടാവും അല്ലേ? -1 -3 ഉണ്ടാവും. പിന്നെ 0 0 ഉണ്ടാവും. ഇത് ഇങ്ങനെ തന്നെ ഒന്ന് ശീലിച്ച് പോയിക്കോളെ. അടുത്ത സെഷനിലൊക്കെ ഈ ക്വസ്റ്റ്യൻ വേറെ വേറെ രീതിയിൽ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പം 0 0 പിന്നെ 0 -1 0 -1 എല്ലാ സെഷനിലെയും ഇതേ ഈ ചോദ്യം ചെയ്ത് നോക്കാം. ചിലപ്പോൾ കിട്ടിയാലോ ഒരേ പാറ്റേണിൽ ചോദിക്കുന്നുണ്ട്. 0 0 0 -1 പിന്നെ 1 2 1 2 പിന്നെ 1 1 പിന്നെ എന്തുണ്ടാവും? 2 3 കഴിഞ്ഞു. 2 3 ആകെ 7 ആൾക്കാരുണ്ടാവും അതിൽ. ഇനി ഇതിലേക്ക് എന്ത് ആഡ് ചെയ്താലാണ് റിഫ്ലെക്സീവ് ആവുക, എത്ര ആഡ് ചെയ്താലാണ് സിമെട്രിക് ആവുക? റിഫ്ലെക്സീവ് എന്താണ്? എവറി എലിമെന്റ് ഷുഡ് ബി റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അപ്പോൾ അതിൽ എത്ര ആൾക്കാരുണ്ട്? -3. ഇതിൽ എത്ര ആൾക്കാരുണ്ട് റിലേഷൻ റിഫ്ലെക്സീവിന്? ഇത് കണ്ടോ? റിഫ്ലെക്സീവിന് 1 1 ഉണ്ട്, 0 0 ഉണ്ട്. അപ്പോൾ 1 1 0 0 മാത്രമേ ഉള്ളൂ. അപ്പം റിഫ്ലെക്സീവ് ആവണമെങ്കിൽ
ARA for every A belong to A വേണം. അപ്പം ഇതിൽ ഓൾറെഡി 0, 0, 1, 1 മാത്രമേ ഉള്ളൂ. ഇതിലാകെ 7 ആൾക്കാരുണ്ട്. അപ്പം എന്തായാലും 5 ആൾക്കാരെ ചേർക്കണം അല്ലേ? 5 ആൾക്കാരെ ചേർക്കണം. ഈ 5 ആൾക്കാരാവണം എന്ത് റിഫ്ലെക്സീവ് ആണെങ്കിൽ 5 ആൾക്കാരെ ചേർക്കണം. ഏതൊക്കെ 5 ആൾക്കാർ പറയാൻ പറ്റുമോ? റിഫ്ലെക്സീവ് ആണെങ്കിൽ 0, 0, 1, 1 അല്ലാത്ത ബാക്കിയുള്ള ആൾക്കാർ. ഇപ്പൊ 2, 2 വേണം, 3, 3 വേണം, പിന്നെ -1, -1 വേണം, -1 ഇല്ല, -2 വേണം, -3 വേണം. ഇത്രയും ആൾക്കാരെ ആഡ് ചെയ്താലേ ഇതിലേക്ക് ആഡ് ചെയ്താലേ ആ 6 റിഫ്ലെക്സീവ് ആവുള്ളൂ. അപ്പോൾ 1, 2, 3, 4, 5. അപ്പൊ 5 റിഫ്ലെക്സീവ് ആവാനുള്ള നമ്പർ ഓഫ് എലിമെന്റ്സ്. അപ്പൊ m ഇസ് ദ നമ്പർ ഓഫ് റിലേഷൻ റിഫ്ലെക്സീവ്. അപ്പൊ m ഷുഡ് ബി n, m ഷുഡ് ബി 5. ഇനി സിമെട്രിക് ആവണം. അപ്പൊ ഇത് സിമെട്രിക് ആവണമെങ്കിൽ എന്താവണം? ഇതാ കണ്ടോ, 1 - 2 1. ഇതാ ഇത് തിരിച്ചിടണം, ഇത് തിരിച്ചിട്ടുണ്ടാവണം, പിന്നെ ഇത് തിരിച്ചിട്ടുണ്ടാവണം, ഇത് തിരിച്ചിട്ടുണ്ടാവണം, ഇത് തിരിച്ചിട്ടുണ്ടാവണം അല്ലേ? സിമെട്രിക് എന്താ? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവാം. അപ്പൊ ഫോർ എ റിലേഷൻ ടു ബി സിമെട്രിക് ആവണമെങ്കിൽ ഇവരൊക്കെ ഉണ്ടാവണം. ഇതിന് തിരിച്ചിട്ട് അതായത് -2 -1 ഉണ്ടാവണം, പിന്നെ -3 -1 ഉണ്ടാവണം, പിന്നെ -1 0 ഉണ്ടാവണം, പിന്നെ 2 1 ഉണ്ടാവണം, പിന്നെ 3 2 ഉണ്ടാവണം. അപ്പൊ എത്ര ആൾക്കാരെ? 1 2 3 4 5 ആൾക്കാർ. അപ്പൊ n ഷുഡ് ബി 5. But that's it. അപ്പൊ ആൻസർ ഇസ് I plus m plus n ആണ് ചോദിച്ചത്. ഇത് മക്കളെ പഠിച്ചു പോയിക്കോളൂ. ഈ സാധനം ചോദിക്കുന്നുണ്ട്, എല്ലാ സെഷനിലും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചിട്ട് പോകട്ടോ. അപ്പൊ 5ഉം 5ഉം 10 1 17 അല്ല 10 7 17 17 ഇസ്. ഇവിടെ ട്രാൻസിറ്റീവ് ചോദിക്കാൻ സാധ്യത കുറവാണ്, കാരണം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ആവുമല്ലോ ട്രാൻസിറ്റീവ്. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഫിസിക്സിന് സാറ് വരും കേട്ടോ. താങ്ക് യു. ശരി. Good evening, my dear children. We start with our today evening shift physics questions. The very first question, they are on the board. Discuss performing pure rolling, pure rolling. Pure rolling. And therefore, in pure rolling, we know that V is equal to R omega. This is pure rolling. Speed of the point, top point is equal to 8. Find the speed of the point B. What is the speed of the point B? That's it. Point A, pure rolling, you know, when the body doing pure rolling, the point of contact momentarily, point of contact V is equal to 0. Here the velocity is equal to V. Here is equal to V plus R omega is equal to V plus V is equal to 2V. And this 2V is given to you. 2V is equal to 2R omega is given to you 8. It is given. Now the question is, what is the speed of this point? While the body revolves, this is R by 2. Then the velocity at the point V due to translation, the velocity is equal to V. Because the entire body has got translation, center of mass velocity is V. And therefore V is the velocity due to its translation. Due to rotation, this one has got velocity plus R by 2 into omega.
But we know that V is equal to R omega. Therefore, this is equal to R omega plus R omega by 2 is equal to 3 by 2 R omega. 3 by 2 R omega. Now, 2R omega, 2V is equal to 2R omega is equal to 8 given to you. Therefore, R omega is equal to 4. Substitute here is equal to 3 by 2 into 4 is equal to 6. Therefore, it is equal to 6. The answer is very well there. Okay, now we shall go to our next question. The equivalent capacity between the points A and B is, that is us, between these two points. What is the equivalent capacity? Here C1 and C2 are series and their effective capacity. The effective capacity of this arrangement, this one, since they are in series, is C1, C2 by C1 plus C2. That is parallel with the C3. Therefore, C effective is given by series combination of this one and parallel with the C3 plus C3. So the LCM we can get C1 C2 plus C1 C3 plus C2 C3 all divided by C1 plus C2. And but the corresponding answer is equal to C1 C2, C1 C3, sorry, C1 C3, C2 C3. C1 C3, C2 C3 by C1 plus C2, C1 plus C2. So option is equal to this. That is the correct option. So, okay. Next question. A particle of mass m at a distance 3r from the center of Earth, find the maximum kinetic energy of the particle to leave the Earth field. What is the kinetic energy that you have to impart? The figure is given there. Suppose this is the Earth and radius is r, and our particle is at a distance 3r from center. From here, 3r. And what we are doing, we are going to launch it so that the body must escape. Kinetic energy body will leave the Earth field. That means what is the escape kinetic energy that you have to give. Now, since the body is projected so that it is going to escape or it will become at infinity, the total energy at infinity, on reaching infinity, is equal to potential energy 0, kinetic energy 0. The total energy for this body is equal to 0. Now, at the time of projection, total energy must be same. Just after giving the sufficient energy, the total energy here and at infinity must be same. Therefore, at the time of projection, the potential energy is equal to minus G m by 3r plus potential plus the kinetic energy you are giving, kinetic energy equal to total energy at infinity, that is equal to 0. Therefore, kinetic energy that you have to impart is equal to G m by 3r. So instead of this one r squared G, one r will cancel out. Therefore, 1/3 mgr. Gm can be replaced by r squared G. That's okay. And therefore, the answer is 1/3 mgr. So answer is there, 1/3 mgr. Okay. Next question. In Young's double-slit setup, the slits are separated by 1.5 millimeter, and the distance between the slit and the screen is 2 meters. On using the light of wavelength 400 nanometer, it is observed that 20 maxima of double-slit experiment lie inside the central maximum of single-slit diffraction, the width of the slit in micrometer. That is what is asked. Now, you see, now this is our double-slit experiment arrangement, in which each slit, you can say single slit, through which there will be diffraction. And hence, due to diffraction through one slit,
there will be diffraction maxima here. Diffraction maxima. That is diffraction maxima due to the slit. Similarly, here also diffraction maxima is there. And what the width of the diffraction maxima is equal to d by a lambda. Where is the width of the slit? And d is the distance from here to the screen. Lambda is the wavelength used. So that is due to single slit diffraction. Whereas the width of the slit, one slit, which is us. Now, due to interference and due to interference from the coherent sources, these two slits, there will be interference pattern is also there. Now, due to interference, it is given that there are interference pattern are there. Now, how many interference pattern are accommodated by this central width of single slit diffraction? They gave you how many? 20. But what is the width of a diffraction bandwidth? Width of the interference bandwidth. The interference bandwidth, this is the central bandwidth due to diffraction. Bandwidth due to interference is given by d by d lambda, where d is the separation between the slits. Now, in our problem, it is given that beta diffraction by beta interference is 20. As per the problem, it is given that how many? 20 maximas of double slit. Due to interference, 20 bands are accommodated by the single slit diffraction maximum. So this value is equal to 20. Now substitute for these two. And therefore this is equal to d by a lambda by d by d lambda is equal to 20. So d lambda cancel out. So this is equal to 2d by a equal to 20. Now question is what is the value be? A is equal to 2d by 20 is equal to d by 10. D is given to you. The separation between the slit 1.5 millimeter. 1.5 millimeter by 10. Therefore is equal to 0.15 millimeter is equal to 150 micrometer. So that what is asked. The answer is asked in micrometer, and therefore the answer is equal to 0.15 millimeter converted into micrometer. It is 150 micrometer. So that is the answer. Very good. Directly from NCERT book. Okay. If the displacement of a block is 5 meter, the work done by the force applied is coin friction is 1/4. Now, what is the work done by the force? Applied force is going to 100. And what is the displacement happened there? Displacement happened is equal to 5 meter. Now, this is our block 25. So here is equal to mg. Now it is pulled by a force under root 2 at an angle 45. Therefore, solving is equal to you have cos theta. You have cos theta mean 100 root 2 into cos 45 by root 2, 100. Vertical component, again 100 sine 45 is equal to 100 root 2 into 1 by root 2, 100. And therefore, what is the net action? Net action is equal to mg, m 25 kilogram up to 50 Newton. The component of the applied force upward is equal to 100 Newton. The effective action is equal to 50 minus 100 is equal to 150. Therefore, normal reaction is equal to 150 Newton. And now you got the normal reaction is 150 Newton. Then what is the frictional force here? Frictional force here. Frictional force is
The frictional force here is equal to 150 mu n. Something wrong is there, I think, in the problem. Yes, is equal to mu n. Mu n is equal to that is equal to 1/4. Mu is equal to coefficient of friction between the block and surface is 1/4. It's equal to mu. So frictional force is equal to mu n. It's equal to mu 1/4, 0.25. 1/4 into n is equal to 150. This is the frictional force. And in the problem, now this body is moving with uniform velocity, and therefore the horizontal force that is applied is equal to. Now there is something wrong with the question, I think. The problem, we are given that the body is pulled not by 100 root 2 Newton. No, the actual problem, the body is not pulled by 100 root 2 Newton. If it is pulled with 100 root 2 Newton, the body will have acceleration. And therefore, the problem is entirely different. Here, it is said that the body is pulled up. You have to correct the question. Displacement of a block 5 meter by work done by a pulling force, applied force. Applied force is not given. So this data is not there in the problem. It is wrong. Here this data is not there. It is pulled by a force. So then the system moves with uniform velocity for 5 meters. That's okay. It is said so. That value is not given. And therefore we are going to do that again. It is simply F. The numerical value data is not given. It is given with the force F. And therefore, we are going to do the problem once again. It is given like this. Problem, that value is not given in the problem. So, we are going to do the problem once again. It's equal to mg pulled by a force F at an angle theta equal to 45. Then, this is equal to F by root 2. F cos theta is equal to F sin theta. F sin theta is equal to F by root 2. Therefore, normal action is given by mg minus F by root 2. And therefore, normal reaction is given by mg minus F by root 2. Frictional force is equal to mu n. Is equal to F. Is equal to mu 1/4 into n is equal to mg minus F by root 2. That's frictional force. Now it is said that in the problem is move with the uniform velocity through a distance 5 meters, then what is the work done? It is said by the frictional force. Now, or by the applied force for this displacement. What is the work done by the applied force for this displacement? Now, since it is moved with the uniform velocity, what is the equation you can write? The frictional force balances by the applied horizontal force. The frictional force is this much and move with the uniform velocity, and hence you can write F is equal to the horizontal component of the force F by root 2. F is equal to 1/4 mg minus F 1/4 into F by root 2. 1/4 into F by root 2. Mu n is equal to horizontal component of force F by root 2. Take the other side. 1/4 mg equal to F by root 2 into
1 plus 1 by 4 is equal to f by root 2 into 5 by 4. 4 will cancel out. And f is equal to mg root 2 by 5. This is the force that you applied. That is given there 100 root 2, that is wrong. This is the force that you applied. And what is mg? Mg is equal to 5 is equal to 50 root 2 by 5. So 10 root 2. This is block 25. I'm sorry, 25, 250 into root 2. mg 250 by 2. So this is on 50 root 2. 50 root 2, that is applied force. That data in the figure is wrong. That force is not there in the question. You have to evaluate that force. Now, what is the work done for displacement? Work done is given by Fs cos theta. F is given by 50 root 2. S is 5. Theta, the angle cos 45. Cos 45 is equal to 50 root 2 into 5 into 1 by root 2. Root 2 will cancel out. It's equal to 50. The answer is equal to 50 joules. Okay. Now, once again, I remind you, this factor is not given. It is pulled by a force, not that numerical value. We went along with that, and then the question will be wrong. That data is not given. That force we have to evaluate, and that we did. That force is equal to 50 root 2, not 100 root 2. So, okay, we look to little more time. So, okay, next question. The dimension formula or the ratio of the electrical dipole and moment, magnetic moment is given m raised to p, l raised to q, t raised to r, a raised to s, where p, q, r and s numbers. That is 0. No, the question is not here. Now, what is asked is, the question asked is something missing here. The question asked is P plus Q, I think. Let me go through the actual question. Question is not fully there. P plus Q. So the answer is, what is asked is, what is the value of P plus Q is equal to what? So we have to evaluate P and Q and add up and get the answer. So question is not there. Now, what is the dimension formula of the electrical dipole? Electrical dipole is equal to charge into distance. Charge into distance. Q into L. Electric dipole moment is equal to charge Q into L is equal to I into T, charge current into time, into L. This is the electrical dipole. Next, magnetic dipole. Magnetic dipole moment is given by ampere meter square, current into length, ampere meter of I into L square. Ampere meter square, current into. Now, then the question, what is the ratio? Ratio of this is given by electric dipole by magnetic dipole moment is given by IT into L by I into L square. I cancel out. One L cancel out. Then TL minus 1. Now compare. What is the power of dimension formula M? M is equal to P. And here there is P is, M is not there. Therefore P is equal to 0.
This can be written like this: m raised to 0, L raised to Q, T raised to R, A raised to S. Now, m raised to P, sorry, there is no P, above P is equal to 0. Q is equal to minus 1. And what is asked is P plus Q. Enough. There is no need of going for other one. What is asked is P plus Q. This is equal to 0. P plus Q is 0 plus minus 1. Is equal to minus 1. The answer is equal to minus 1. So P plus Q is equal to minus 1. So option is that. Option is minus 1. Question is, what is P plus Q? Not to evaluate P, Q, R. And if that were the question, you know that P is equal to 0, Q is equal to minus 1, T is equal to 0. Sorry, not this term. P is equal to 0, L is Q is equal to minus 1, R is equal to 0. Current is not there, and therefore S is equal to 0. So that is the option. T power of T is equal to R. R is equal to 1, I am sorry. R is equal to 1. 0 minus 1, 1, 0. 0 minus 1, 1, 0. That is the answer. But the answer is not there actually. But what in the question, what they ask is P plus Q. And the answer is equal to minus 1. Next question. Two polarizers P1 and P2 are aligned in such a way that intensity is 0. That means they are crossed. P3 polarizer is inserted between P1 and P2, not P3. P3 is introduced between P1 and P2, such that the final transmitted ray will have maximum intensity. Possible maximum intensity. Find the angle between P1 and P3. Now, inserted between P1 and P2, not P3. P3 is inserted between P1 and P2, and P1 and P2 are crossed because there is no intensity. So we are going, suppose this is P1, this is P2, this is P2. So that the angle between them is 90 degrees. They are crossed. So intensity is equal to 0. Now we are inserting P3 here, an angle theta. That means between these two, the angle is theta. Then, suppose A is the amplitude allowed here. Suppose A is the amplitude allowed here. Here is I0, here is equal to I0 by 2. So that I0 by 2 is equal to S square. That is the amplitude allowed by the first P1. And if theta is the angle between P1 and P3, which is us, so that the final intensity here is maximum possible. And if theta is the angle between these two, amplitude allowed by this one is equal to A dash is equal to A cos theta. This A dash, what is the angle between P3 and P2? This angle is equal to, since it is theta, this is 90 and this one is equal to 90 minus theta. And then what is the amplitude? This A dash allowed by this one incident on P2 at an angle 90 minus theta. So that amplitude allowed by P2 is equal to A double dash equal to A dash cos angle between 90 minus theta. What is A dash? A dash is equal to A cos theta. A cos theta into cos 90 minus theta, sin theta. This can be written as A by 2 sin, yes, 2 sin theta cos theta can be written as A by 2 sin 2 theta.
This is the final amplitude allowed by P2. So what is the intensity? Intensity allowed by P2 is given by S squared by 4 sine squared 2 theta. This is the final intensity allowed for this arbitrary angle theta. The final intensity allowed is equal to this much. Now the question is, this intensity must be maximum possible. This intensity will be maximum possible when this factor is equal to 1. This factor is equal to 1 means sine squared 2 theta is equal to 1. Means sine 2 theta is equal to 1, or 2 theta is equal to 90 degree, or theta is equal to 45 degree. So that is the answer. P3 must be introduced so that the angle between them is equal to 45 degree, pi by 4. So option is there. Some are very good questions, somewhat. Okay. Next question. Given below two statements, one is labeled as assertion and other is labeled as reason. Assertion. Planck's constant and linear momentum has got same dimension. Wrong. It's the wrong. Planck's constant angular momentum. Angular momentum is quantized as n into h by 2 pi. L and h has got same dimension, not linear momentum. So this statement is wrong. More angular momentum is in integer multiple of h by 2 pi. That's true. Second question, angular momentum is an integer multiple of h by 2 pi. So this statement is true. So first one wrong, and second one correct. Which one is that? No. A is false, R is true. Yes. So the option is C. First one. The first statement is false, second statement is correct. Now the resistance R1 is equal to R2 is equal to 5 and R4 is equal to 10. Which is circuit diagram give you equivalent between A and B? 6 ohm. Now we are given 4 circuit, and what is the effective resistance between these two is equal to 6 out of this 4 combination. We have to evaluate each one. First of all, try in the first one. R1 is equal to R2 is equal to R3 is given. So 5 plus 5 plus 5. So this is 15. Parallel with the R4 10. So this is the equivalent circuit of this one. What is the effective resistance of this one? Calculate R1, R2. 15 into 10 by 25. Here is 3, 5, 2, 6. The very first picture is correct. It's okay. And therefore, that is the answer. So this is the correct option. And all other thing, you can definitely won't agree with this. Therefore, this is the option. It's okay. If it is for not satisfied 6 ohm, you have to verify the second one. If that is wrong, third one. Here the very first question is option is correct. A medium has got relative permittivity 1 by 0.085, relative permittivity 1 by 0.085, and relative permeability 10 by pi. Find the ratio of the speed of light in vacuum to speed of medium. You know, refractive index N is equal to velocity in free space by velocity in medium, Ca by Cm. So that is what is asked, Ca by Cm. Equal to refractive index. So what is the refractive index? That's okay. Refractive index, you know, again, root of mu r epsilon r. Mu r epsilon r. Both values are given to you, substitute. We have to find the ratio of the speed of light, which is same as refractive index. And that is equal to this much. That is equal to root of mu r 1 by 0.085 into 10 pi.
This is somewhat rough, doing in a rough manner. This is somewhat same as wrong. Substitution is wrong. But it's 10 by pi. This statement is wrong. Here it is 10 by pi into 10 by pi. Approximately, it's equal to 1 by 0.1. Root of 1 by 0.1 into 10 by pi. 1 by 0.1 approximately 10, 100 by pi. Roughly root of 33.3. So near around 6. Option is not there. In the actual data, the option is 6.1. And that is the correct. And all the other values are widely separated. And therefore, the value is around 6. It's okay. Otherwise, you have to evaluate that fully. In accurate manner, you have to evaluate and get this is equal to 120 and 10 by above 1200 by 3.1, 120 by pi 3.31, and the value is around 6.1. So that is the answer. Math column. Adiabatic process, isochoric process, isobaric process, and isothermal process. Now, in adiabatic process, there is no heat transfer between system and surrounding. And with delta U plus delta W is equal to 0. So this is. In isochoric process, no work done. Work done is 0. Therefore, this is the W is 0. Isobaric process, work done, definitely there will be change in temperature. So isobaric process, 1. In isothermal process, temperature remains the same, there will be no change in internal energy. And look at and get the answer. So A2, 3, A2, 3, B2, 2, C2, 1. Yes. So the option is this much. Okay. N identical bulb each take power P when connected with the main supply. N bulbs are connection series with the main supply, then power will be. N identical bulb each take power P. And suppose this is the bulb, power P, and voltage rating is equal to V. We know P is equal to V squared by R. P squared by R for a single bulb. Power P, V is the rated voltage, R is the resistance. When such bulbs are connected in series to the same main supply where the voltage applied is equal to V, that V is going to be divided equally across each bulb, n number of bulbs. Therefore, what is the voltage given to each bulb, P dash, is equal to V by n. Then what is the new power released by one bulb? One bulb is equal to P dash is equal to V dash squared. P squared by R, that's okay. Is equal to V dash square. V dash square means V by n whole squared by R. R is from here is equal to P squared by P. P square will cancel out. Therefore, P by n square. This is the power given by one bulb. And you connected n number of them in series. What is the total power due to n number of bulbs? Equal to P by n squared into n equal to np. Sorry, P by n. That is the power given by n by P. And P by n. So that's the power. So this is the option. So okay. Now, thank you. See you next class. We'll continue.
ഫ്രാൻസ് എവിടെയാ ഇതിനകത്തുണ്ടോ Hello, hi students. കുറച്ച് രണ്ട് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. If triangle ABC with vertices 2i minus j plus k, I minus 3j minus 5k, 3i minus 4j minus 4k. If G is the centroid of triangle ABC, find AG square plus BG square plus CG square. This is the question. So suppose this is the triangle ABC. Triangle ABC with vertices 2i minus j plus k, that is 2 minus 1, 1. Then B 1 minus 3 minus 5. Then C 3 minus 4 minus 4. Therefore, centroid. Suppose G is the centroid. Suppose G is the centroid. That is x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3, z1 plus z2 plus z3 by 3. So G, what is G? G is 2 plus 1, 3, 3 plus 3, 6 by 2. 6 by 2, 6 by 3, that is 2. Then similarly, negative 1 minus 3 minus 4 minus 4 minus 8 by 3. Minus 8 by 3. Then 1 minus 4 minus 4. Again minus 8 by 3. So this is G. That is G is 2 minus 8 by 3 minus 8 by 3. Okay. Use distance formula, you will get AG square. AG square, BG square, CG square. So AG square is equal to root square ആയതുകൊണ്ട് root എഴുതണ്ട. This is AG. AG square is equal to 2 minus 2 whole square plus minus 1 plus 8 by 3 minus minus plus whole square plus 1 plus 8 by 3 whole square. That is, this is 0, this is 5 by 3 whole square plus this is 11 by 3 whole square. 11 by 3 whole square, that is 25 by 9 plus 121 by 9. 25 by 9 plus, that is equal to 146 by 9. Similarly, you can find out BG square. Distance formula with BG as endpoints. BG square you will get 59 by 9. And CG square, simplifying you will get again, that is also 16 by 9. So AG square plus BG square plus CG square is equal to
ഇതെല്ലാം കൂടി നിങ്ങൾ ആഡ് ചെയ്യാം. എല്ലാം കൂടി ആഡ് ചെയ്യുക. ദറ്റ് ഈസ് ദ ആൻസർ. ദറ്റ് ഈസ് 146 by 9 plus 16 by 9 plus again 16 by 9. CG score is not 16 by 9. BG score is 59. BG score is 59 by 9 plus. Similarly, CG score. CG score you will get 41 by 9. 41. This gives the answer. This gives the answer. Okay. Next question. Question from matrix. Simple question ആണ്. Let the matrix A തന്നിട്ടുണ്ട് 1 0 0 1 0 1 0 1. സാറ്റിസ്ഫൈ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നും ആ കണ്ടീഷൻ നമുക്ക് ഉപയോഗിക്കാം. A raised to n minus A raised to n minus 2 equal to A square minus I. n greater than or equal to 3 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ n-ന് 4 തുടങ്ങി കൊടുക്കാൻ പറ്റും. n 4 ആകുമ്പോൾ A raised to 4 minus A square equal to A square minus I. ഇനി n 5 ആകുമ്പോൾ n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഓക്കെ. ഇനി നമുക്ക് 6 കൊടുക്കാം. n 3ക്ക് മേലെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. A raised to 6 minus A raised to 4 is equal to A square minus I. അതേപോലെ 8 കൊടുത്താൽ A raised to 8 minus A raised to 6 is equal to A square minus I. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് എന്ന് മാത്രമേ ഉള്ളൂ. 50 കൊടുത്താൽ A raised to 50 minus A raised to 48 equal to A square minus I, etc. etc. ഡയഗണൽ വൈസ് ക്യാൻസൽ ആയി പോകും. ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. ദറ്റ് ഈസ് ലാസ്റ്റ് അവസാനം A raised to 50 minus you will get A square. That is എത്ര ടൈംസ് വരും? 24 ടൈംസ് വരും. 24 ടൈംസ് A raised to A square minus I എന്ന് വരും. A square minus I. So A raised to 50 is equal to A square നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. A square റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ അത് A square ആവും പ്ലസ് 24 A square മൈനസ് 24 I വരും. That means A raised to 50 is equal to A raised to 50 ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 25 A square വരും. 25 A square മൈനസ് 24 I എന്ന് വരും. A ഇതാണ്. അപ്പോൾ A square ഫൈൻഡ് ഔട്ട് ചെയ്യാം. A square ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അത് എയുടെ സ്ക്വയർ എടുത്താൽ A 1 0 0 1 0 1 0 1 0. Therefore A square is equal to you will get 1 0 0. You just find out A square 1 0 0 1 1 0 1 0 1. You will get A square as 1 0 0 1 1 0 1 0 1. That is 25 A square minus 24 I. 25 A square minus 24 I is, that is matrix 24 I. That is, this is 25 0 0 25 25 0 25 0 25 minus 24 I. That is 24 0 0 0 24 0 0 0 24. ദെൻ ഇത് സബ്ട്രാക്ട് ചെയ്യുക. നിങ്ങൾ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന എലമെന്റ്സിന്റെ സം എടുത്താൽ മതി. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 25 24 പോയാൽ 1 വരും. മറ്റേതൊക്കെ 0 വരും. 25 മൈനസ് 0 25 വരും. 25 അത് 1 വരും. 0 വരും. പിന്നെ 25 മൈനസ് 0 25 വരും. 0 വരും. 1 വരും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. സം ഓഫ് ഓൾ ദ എലമെന്റ്സ് ആണ്. അപ്പോൾ 53 എന്ന് വരും. 53 ഇസ് ദി ആൻസർ. ഓക്കെ. രണ്ടും സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ.
Yes, good evening, all of you. Today, our sixth session of April series, and those who are regularly following our classes, our discussions, you can find that questions are physics. I'm talking about physics. They are maintained more or less same level of difficulty, more or less, and students friendly. I will say students friendly. So this will be really an encouraging information to the students who are going to write Monday and Tuesday. So be confident about yourself. You are going to get similar type of physics questions. I can talk only about physics. Okay. Now, let us start with questions in continuation of the physics questions we are going on till now. Question number 1 here is a question from elasticity. A cylinder is undergoing shear modulus, shear strain. Shear modulus is given to be 10 to the power of 10 Newton per meter squared. Then it has been shifted through an the side has been shifted through an angle theta. So first you have to make consideration, make to conclude that the shearing strain is theta. Okay, number 1. Number 2, rigidity modulus, shear modulus, we write G or eta, whatever it is. That is tangential force by area divided by theta. Theta is the shearing strain. That gives you theta is equal to F by A into G. So very clear. Just a substitution formula, nothing confusing you. Then theta, of course, since you are calculating theta, you are getting theta in radians. Theta you are getting in radians. It is compulsory that all quantities must be given in SI units. So it will be theta is equal to shearing stress by shearing strain, F by A into G. F is given to be how much? 10 to the power of 5. Area is coming to be, radius is given to be, oh, radius is not given. Radius is, yes, given. Radius is given. Radius I will also write. Radius is given as 4 centimeter. So this is given to be area 5 into 4 into 10 to the power of minus 2 whole square into G. G is given to be 10 to the very direct substitution, no confusing, no brain scratching problem. You can directly get the answer. Okay. Now tell me, this is coming to be 10 to the power of 5 divided by 16 pi
into 10 to the power of 6. Because 10 to the power of minus 4 into. So this is coming to be how much? This will go. So 1 by 160. Sorry, not 160. 160, yes. 1 by 160 pi. Yes, answer is very much clear. 1 by 160 pi. So very direct question, students. So many questions are like this. So not even making you to think about it. It's very direct questions. Only one thing you have to make out is that angle of shear is called shearing strain. The theta is a shearing strain. If that idea comes to my mind, this question is very easy. So we go to the next question. Come on. Yes, this question is question from radioactivity. Anyway, whether this is included in the syllabus or not. Anyway, question has come. We take it in that sense. They avoided any numerical calculations, nothing. Just you should have an idea about what the radioactive process tells you. First of all, as the time passes by, number of radioactive nuclei decreases exponentially. We have an exponential decay. We don't enter into the numerical or formula aspects. Simply it will undergoes. It is given that sample A, when forget about the sample B and C, initially we take it as 0. So sample A is undergoing decay, exponential decay. So A is completely undergoing decay. That makes A changing into B. B then decays to C. So what happens to A? A is in continuous decay. What happens to B? B, the decay of A causes B to what? Increase in number. B increases in number. And finally, B also decays into what? C. So what happens to A? A is in continuous decay. So this is our status of A. B first increases, then decreases, because from A it B forms and that whole of the B has been decayed. So this is the fate of B. And if you analyze C, what is happening to the C? C is throughout in a process of making up. B is in a process of throughout in a process of making up. So what will be happening? The C will be keep on increasing. So this is the fate of C. So this is a possible answer. If we here we don't talk about radioactive equilibrium and all. We don't touch that aspects. We don't touch that aspect. We simply take A changing into B, then B then changing into C. That only aspect we never talk about the radioactive equilibrium and all. Simple physics we talk about. A becomes B. So A is continuously decaying. B has a growth stage and a decay stage. C is in a continuous growth stage. So the correct option is what? A. We go to the next question. Come on. This is very basic information for the students to have what? Complete information, theoretical information about the semiconductor. Simply, every basic aspect are given. Number one, Ne into NH. This is H. In an extrinsic semiconductor, electron concentration into hole concentration is equal to intrinsic semiconductor concentration. That is, statement 1 is correct. Ne into NH, we have to make it NH. So, if statement 1 is correct, statement 2 can never be correct.
This is an N-type semiconductor. We have to dop with a pentavalent atom. We are having a pentavalent impurity. So 3 is the correct statement. And due to the doping, for each pentavalent dopant, a free electron is created in addition to the intrinsically existing electrons and holes. Due to the thermal agitation, there is an intrinsic concentration of equal number of electrons and holes. In addition to that, for each pentavalent impurity, an electron has been generated. So, electrons are the majority carriers. Majority carriers. That's why we call N-type. So, of course, statement 4 is correct. Now, here additionals means additional energy level is created. Due to doping, additional energy level is created that we call donor level. Donor level. So when doped with a pentavalent impurity, it becomes N-type. An additional energy level is created. You might have heard very close to the conduction band that we call donor level energy. That makes statement 5 also correct. So first Ne into NH is equal to Ni square is a correct statement. Of course, that makes 2 cannot be correct. Third one, pentavalent impurity, because it is N-type. Electrons are the majority carriers. Yes. Additional energy levels are created or donor level energy is created. So correct options are 1, 3, 4 and 5. Exact. This is the answer. Okay. We go to the next question. Come on. Look. An object is placed in front of a concave mirror. So what details are given? Object distance is 30 centimeter, numerical value magnitude of object distance. Focal length is 30 centimeter. And this is a basic information student should know. When object is placed at a distance 30 centimeter in front of a convex mirror, we cannot call object is kept at focus because focus is behind the mirror. This is the focus. Focus is behind the mirror. So we cannot call object focus is here. So we cannot say object kept at focus. We have to use the word object placed at a distance is equal to focal length. Object placed at, make it very clear, students. Objects is placed at a distance is equal to focal length. By mistake, never say object is placed at focus because focus is behind the mirror. No question of object placing at focus. So we are placing where at a distance is equal to what? Focal length. And this is a very basic result. Virtual image is formed. Virtual images are formed where behind the mirror at a distance is equal to, here the image distance is equal to half of the focal length, that is 30 by 2, that is equal to 15 centimeter. So this is the position of image, that image is formed at how many distance? Image is formed at 15 centimeter. That is first information you have to make. Now second information, we are placing one more plane mirror in front of it. For a plane mirror, how much object in front of the mirror? That much will be the image behind the mirror. How much object is placed in front of the plane mirror? That much will be behind the plane mirror. Isn't it? So, you know how much object, that means this is, the plane mirror must be exactly midway between what? Image and the object. How much object in front of the plane mirror? That much image will be behind the mirror. Therefore, mirror is
midway between object and image. So that means distance from object to the spherical mirror is what? 30. 30 plus 15, that is coming to be 30 plus 15 by 2. Because this is 30 centimeter, this is 15. Object and image middle means 30 plus 15 by 2, that is 22.5 centimeter. So from object, this is 25, 22.5. From image also 22.5. So what is the question asked you? The position of the plane mirror with respect to the convex mirror. So, you know, this distance is 30 centimeter and object to the plane mirror is 22.5. This is 30 centimeter. Therefore, distance of plane mirror from convex mirror is equal to 30.0 minus 22.5. That comes to be 7.5 centimeter. You have the answer, 7.5. But if there is a position of the mirror from object, that is 25 centimeter. So from mirror, the position of object is 25. From convex mirror, this is 7.5. So make it like that. Okay? Come on. We go to the next question. What is that? Adiabatic containers A and B have volume in the ratio 1:2. So if I say V1 is V, V2 is 2V. Then pressure and temperature of that is pressure of A is 8 into 10 to the power of 3. Temperature of A is what? 1000, 10 to the power of 3 Kelvin. Then pressure of B is equal to 7 into 10 to the power of 3 and temperature of B is equal to 500 Kelvin. And when they are mixed, so here from the first information, we can find number of moles of 1. Number of moles of 1 will be P1, V1 will be RT. PV is equal to mu RT, number of moles, mu or whatever we call it as a number of N1, I write it. P1 is coming to be 8 into 10 to the power of 3. V1 is, I write V, divided by R into temperature is how many? That is 10 to the power of 3 Kelvin. This get cancelled. We get 8V by R. Okay. Number of moles of 2 PB into VB divided by R into TB. This is like better, right? TA, VA, TA. Pressure of B is given to be how much? Second case, 7 into 10 to the power of 3. 7 into 10 to the power of 3, correct? Into volume 2V divided by R into temperature is 500. That is 5 into 10 to the power of 2. So this is coming to be, yes, this 1000 by 100, this is 10, 10, this is 10 into 2, 20 by 4, this is 28B divided by R. Once again, 7 into 2, 14, this 100, 10 to the power of 3 by 10 to the power of 2 will be 10, 10 by 2, 2, 7 into 2 into 2, that is 8 by 8. Now, total number of moles in the mixed. Total number of moles in the mixture, we are going to mix it up. Total number of moles in the mixture is N1 plus N2. That is coming to be 8V by R
plus 28V by R. That comes to be 36V by R. Okay, come on. Now, what about the final pressure? So we can again write for the mixture PV is equal to total number of moles as a small n into R into temperature of the mixture. Therefore, we have to calculate the pressure nRT divided by the volume. Tell me, n is given to be how many? We have 8 plus 36 V by R, correct? Into R into temperature is given to be 600 Kelvin whole divided by V. V get cancelled, RR get cancelled. We will be getting 36 into 6 into 100. 36 into 6 is coming to 36. That is coming to be 36. This is total number 36 V by R, correct? 28 plus 6 by R, correct? Into R into temperature is 600 Kelvin mixture divided. Oh, sorry. Volume will be how much? 3V. 3V is the volume. Mixture has total volume V plus 2V, 3V. 3V is the volume. So nRT by V, N is this thing, R temperature is 600, volume. So this is coming to be, the 3 get cancelled, the 200, 7200 Pascal. That means 7.2 kilopascal. Yes, answer is very much clear. Very good question, we can say. Come on. We go to the next question. Come on. A rectangular sheet of L 9 centimeter B that gives you its area is coming to be 9 into 4, that is 36 into 10 to the power of minus 4 meters squared. Linear expansivity is 3.1 into 10 to the power of minus 5. This is not minus 1, I think. This is minus 5. Students, make a correction. Linear expansivity cannot be in the order of 10 to the power of minus 5. And at room temperature, mass of the sheet is 0.1 kilogram. Mass of the sheet is 0.1 kilogram. And specific heat capacity is 900 joules per kilogram Kelvin. And if the heat supplied is given to be 8.1 into 10 to the power of 2 joules. Now come on, students. We have to do in 2 stages. First stage, we have to calculate the change in area is equal to initial area into beta. Beta means coefficient of superficial expansion into difference of temperature. Area with us, beta will be 2 times alpha, and we have to calculate delta T. For calculating delta T, we have to heat supplied. Delta Q is the heat supplied divided by mass into specific heat. What is the heat supplied? 8.1 into 10 to the power of 2 divided by 8.1 into 10 to the power of 2 divided by mass is given to be how much? 0.1 kilogram into 900 joules per specific heat is 9. That is 9 into 10 to the power of 2. 10 to the power of 10 to the power of 2 cancel. 8.1 by 0.9, that is 9 Kelvin. We got difference of temperature as 9 Kelvin. Then come to the formula. Delta A is equal to, original area we have got how much? 36 into 10 to the power of minus 4 in SI units. Beta is 2 alpha, 2 into 3.1 into 10 to the power of minus 5 into difference of temperature is 9. So we have to work it out. 36 into 6, near about this is near about 6 into 9. So this is coming to be 36
into 6.2 into 9 into 10 to the power of minus 9. A simple calculation, 36 into 6 into 2. So anyway, let me leaving to you. This is the answer. This is a maybe an integer problem or a numerical problem. So 36 into 6.2 into 9 into 10 to the power of 9. Okay, this will be the answer for the change in area. And this is coming in what? Meter square. If it's in centimeter square, 36 into 6.2 into 9 into 10 to the power of minus 5 centimeter square. Roughly, if we take it as this is 9 into 6.2 near about 10, this is near about 60 and our, oh, okay, this is, anyway, I'm leaving to you, you work it out. So I'm not wasting time, you can do it. This is the method. 2 stages we have done. First stage we calculated the difference of temperature, that comes to be 9 Kelvin. Then we have used the change in area using the formula. Okay, we will be getting it. Come on, we go to the next question. Displacement of a particle due to wave propagation is given by wave velocity. What will be the wavelength? So first we go for the wavelength. Everybody knows wavelength is equal to wave velocity by frequency. Wave velocity is given to be 300 by frequency. So okay, number 1. Number 2, you have to get frequency. In the equation of particle, coefficient of T is omega, coefficient of T is 628. 628. That is omega means 2 pi into frequency, that is 628. Frequency will be 628 by, this is 6.28, 2 pi 6.28, this come to be 100. So we got frequency. Now we come back to the wavelength formula. Wave velocity is 300, frequency is 100. We get wavelength is equal to 3 meters. The wave is propagating with the wavelength is equal to 3. So very direct question, very direct question. Come on. Next, 4 points. Uniformly charged ring are labeled. You know, due to, this is uniformly charged. Resultant field at the center will be 0. At the center of any symmetric distribution of charges, electric field will be 0. So we can make it out due to the quadrant AB. Due to the quadrant AB, the field is along this direction. Due to the quadrant BZ, due to this. Similarly, due to the quadrants CD and AD, like that. So, due to all the 4 quadrants, electric field will be same. This is E. This is E. And due to other also EE, that's why they are getting cancelled. Now, we have to ask electric field due to the ABC. So that is electric field due to ABC is vector sum of electric field due to AB plus electric field due to BZ. That is E plus E, and they are mutually perpendicular. Because why? This is circle, so this will be making an angle 40. This is symmetrically going through it. This will be 45 degree. This will be 45 degree. This will be 45 degree. This will be 40. So angle between the electric fields are 45 plus 45, 90. Resultant field will be E root 2. Yes, answer is E root 2. E. Answer is A, answer is E root 2. So due to AB, E, it's given E.
due to BC, E given. And field will be acting symmetrically along this direction. That is why when I consider the contribution of all portions, resultant field comes to be 0. So due to CD also, E in this direction. Due to DA, it is this direction. All the fields are being cancelled out. So when I take the contribution of one quadrant, not quadrant, one sector, that is E, and that is acting along this direction. Other sector acting along this direction. Angle between them will be 90 degree. So resultant field will be E root 2. We go to the next question. Yes, this is a question from symbol LR circuit. Very openly given maximum value of current. First you get RMS value of current. RMS value of current is equal to E divided by Z. Here, inductive reactance L omega is equal to 1 into frequency is 50, omega is 100 pi, because omega is equal to 2 pi into frequency, that is 100 pi. And what about R? Given to be 100 pi. Therefore, Z is equal to root of 100 pi whole square plus 100 pi whole square. That means to be 100 pi root 2. I got Z. Then what will be the current? Current will be, EMF is given to be 100 pi. 100 pi divided by 100 pi root 2, that comes to be 1 by root 2. Remember, given current, represented current, measured current, all are RMS values. The one you got is RMS value because applied EMF is 100 pi. This is RMS value. This is current we obtained is also RMS value. Therefore, IM max is equal to 1 by root 2 into root 2. That comes to be 1 ampere current. So current will be 1 ampere current. Okay. Now we go to the next question. Oh, only 9 questions. Next question is not there. Sorry. So this is answer is yes, answer is given now. So students, I think questions are welcoming, isn't it? Those who are appeared for this session, they found happy. And those who are going to appear on Wednesday, Monday and Tuesday, it will be an encouraging paper. You can make preparation similarly. All the best. Now be ready for our mathematics discussion. We are bringing all the subjects, almost all the questions we are bringing. Okay. Yes. Bye, students. ഓക്കെ, നമുക്ക് മാത്തമാറ്റിക്സിലെ 2-3 ക്വസ്റ്റ്യൻസോടെ നോക്കാം. അല്പം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സി, domain of the function f of x is alpha beta. F of x is equal to log 4 of log 7 of 8 minus log base 2x square plus 2x plus 2. Its domain is alpha comma beta. And domain of g of x sin inverse 7x plus 10 by x minus 2. It's become gamma delta. Then the value of alpha square plus beta square plus gamma square plus delta square. See, first evaluate domain of this function. Sin inverse lies between -1 and 1. Sin inverse, its domain lies between -1 and
1. Simplify first case. This minus 1 shifted to right side. 0 greater than or equal to 1 plus 7x plus 10 by x minus 2 and 7x plus 10 by x minus 2 minus 1 less than or equal to 0. Simplify this. 7x plus x, that is 8x, minus 2 plus 10, that is 8 by x minus 2 greater than or equal to 0. 8 cancel ചെയ്താൽ x plus 1 by x minus 2 greater than or equal to 0. Number line വരച്ചാൽ minus 1, 2, these are the critical point. Positive, negative, positive. Since it is positive, we take from minus infinity to minus 1. Minus 1 is closed. Union 2 to infinity. Here 2 is open. In this case, 7x minus x, 6x, 10 plus 2, 12 by x minus 2 less than or equal to 0. X plus 2 by x minus 2 less than or equal to 0. Draw number line minus 2, 2, positive, negative, positive. It from minus 2 to 2. So here it is negative, answer is negative. So we take closed minus 2 and open plus 2. And the common portion of this region, here not or and, see minus 2, minus 1, 2. One function says that region lies between minus 2 to 2, taking minus 2 and up to 2. Another function says that either less than or equal to minus 1 or greater than 2. This case or. So the common portion is this. From where to where? From where to where? Minus 2 to minus 1. Closed interval. From here we get closed interval minus 2 to minus 1. This is gamma comma delta. So gamma square plus delta square become equal to gamma square plus delta square become 1 plus 4. Then we evaluate alpha and beta. Alpha comma beta is the domain of this function. Then find alpha square plus beta square. Consider f of x. See, logarithm is defined. Log b to the base a is defined. Both these quantities are positive and a not equal to 1. A comma b positive and a not equal to 1. Here base become 2, 7, 4, etc. which not equal to 1. So this function is positive. This logarithm to the base 4 work cheyanamengil this function become positive. Start from here. That is log 7, 8 minus log 2. This can be written as x plus 1 the whole square plus 1. X square plus 2x plus 1. This quantity is positive and this log 4 is working. Log 7 work ചെയ്യണമെങ്കിൽ ഇത്രയും ഫംഗ്ഷൻ പോസിറ്റീവ് ആയിരിക്കണം. 8 minus log x plus 1 the whole square plus 1 to the base 2 is positive. ഇനി log 2 വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ആയിരിക്കണം. ഇത് ഓൾറെഡി ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 3 ലോഗരിതം ഉണ്ട്. ലോഗ് ടു ദ ബേസ് 4, ലോഗ് ടു ദ ബേസ് 7, ലോഗ് ടു ദ ബേസ് 2.
അപ്പോൾ ലോഗ് ടു ദ ബേസ് 2 ഞാൻ വിട്ടു, കാരണം ദിസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ലോഗ് ടു ദ ബേസ് 7 വർക്ക് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ, ലോഗ് ടു ദ ബേസ് 4 വർക്ക് ചെയ്യണമെങ്കിൽ ഈ കണ്ടീഷൻ, ഇത് രണ്ടും അറ്റ് എ ടൈം ശരിയാവും. Then simplify this. 7 shifted to right side, it becomes 7 raised to 0. 8 minus log x plus 1 the whole square plus 1 to the base 2 greater than 7 shifted to right side, 7 raised to 0, 1. പ്രോപ്പർട്ടിയുടെ ലോഗരിതമിന്റെ പ്രോപ്പർട്ടിയാണ്. 7 റൈറ്റിൽ ചെല്ലുമ്പോൾ 7 റൈസ് ടു 1 വരും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞു, 1 ലെഫ്റ്റിലേക്ക് വന്നാൽ 8 മൈനസ് 1 7 ഗ്രേറ്റർ ദാൻ log x plus 1 the whole square plus 1 to the base 2. And ഇത് സിംപ്ലിഫൈ ചെയ്താൽ 8 ഗ്രേറ്റർ ദാൻ log x plus 1 the whole square plus 1 to the base 2. ഈ ഫംഗ്ഷനും കമ്പയർ ചെയ്യും. ഒരാൾ പറയുന്നു 8-നേക്കാൾ ലെസ് ആവണം, അടുത്തയാൾ പറയുന്നു 7-നേക്കാൾ ലെസ് ആയിരിക്കണം. ലെസ് ദാൻ 8 ആൻഡ് ലെസ് ദാൻ 7. അപ്പോൾ നമ്മൾ ഏതെടുക്കും? ലെസ് ദാൻ 7 എടുക്കും. ആൻഡാ പറയുന്നത് കോമൺ എടുക്കേണ്ടത്. അപ്പോൾ ലെസ് ദാൻ 7 ഈ കേസ് കൺസിഡർ ചെയ്താൽ മതി. ഈ കേസിനകത്തുനിന്ന് നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടും. അപ്പോൾ 2 റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 റൈസ് ടു 7 ഗ്രേറ്റർ ദാൻ, ലോഗ് വേണ്ട, ലോഗ് പോയി, എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 വരും. 2 റൈസ് ടു 7 എന്ന് പറഞ്ഞാൽ 128 ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 വരും. റൈറ്റ് സൈഡിലേക്ക് പോയാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 126 ലെസ് ദാൻ 0 വരും. 128 റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഇതിൻ്റെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക, അപ്പോൾ നമുക്കതിൻ്റെ ഡൊമൈൻ കിട്ടും. ഡൊമൈൻ ആൽഫ ബീറ്റ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൽഫയും ബീറ്റയും എന്തായാലും ഇതിൻ്റെ റൂട്ടായിരിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ ഇതിൻ്റെ റൂട്ടാണെന്നിരിക്കട്ടെ. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ സ്ക്വയർ is equal to minus 2 alpha plus 126. Beta square is equal to minus 2 beta plus 126. റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. സിൻസ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ആൽഫയും ബീറ്റയും റൂട്ടാണ്, കാരണം ആൽഫയിലും ബീറ്റയിലുമാണ് ഇത് സ്പ്ലിറ്റ് ആവുന്നത്. Then adding these two equations, alpha square plus beta square is equal to minus 2 is taken common. Alpha plus beta, sum of root is minus b by a, that is minus 2 by 1, which is minus 2, plus adding these two, 126 plus 126, 252. Am I correct? 252. So alpha square plus beta square is equal to 252 plus 4, which is 256. Here we get alpha square plus beta square is 256, and this quantity is 5. So answer 256 plus 5. Am I correct? 252 plus 4, it is 256. Substitution നടത്തിയാൽ ആൻസറിലേക്ക് എത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സി, അടുത്ത ക്വസ്റ്റ്യൻ, ഇത് സം ഓഫ് 3 ടേംസ് ഓഫ് ആൻ AP. 3 ടേംസ് ഓഫ് ആൻ AP. യെസ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ജീവനെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു, സേവ് ആയിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇട്ട് വന്നാൽ മതി. സെയിം ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് 3 ടേംസ് ഇൻ AP. സെറ്റ് എയിൽ സം ഓഫ് 3 ടേംസ് 36 ആൻഡ് പ്രോഡക്റ്റ് P. ഫോർ AP B എന്ന് പറയുന്ന വേറൊരു AP ഉണ്ട്. സം ഈസ് 36 ആൻഡ് പ്രോഡക്റ്റ് ഈസ് Q ഓഫ് 3 ടേംസ്. P പ്ലസ് Q ബൈ P മൈനസ് Q തന്നിരിക്കുന്നു. D എന്ന റിലേഷൻ തന്നിരിക്കുന്നു. ഫൈൻഡ് ദ വാല്യൂ ഓഫ് P ആൻഡ് Q. അവരിവിടെ പറയുന്നത് 2 AP ഉണ്ട്. ഒരു AP അവർ A എന്ന് വിളിക്കുന്നു,
അടുത്ത എ പി അവർ ബി എന്നും വിളിക്കുന്നു. ഫസ്റ്റ് എ പി ഹാസ് കോമൺ ഡിഫറൻസ് സ്മോൾ ലെറ്റർ ഡി, സെക്കൻഡ് എ പി ഹാസ് കോമൺ ഡിഫറൻസ് ക്യാപിറ്റൽ ലെറ്റർ ഡി. രണ്ട് ഡിഫറൻറ്റ് എ പി ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ A1 എന്ന് എടുത്തു കഴിഞ്ഞാൽ 3 ടൈംസേ ഉള്ളൂ. അപ്പോൾ 3 ടൈംസ് എന്ന് പറയുമ്പോൾ A1 മൈനസ് ടി, A1 പ്ലസ് ടി, ഇങ്ങനെ എടുക്കാം ഈ എ പിയിലെ ടൈം. അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് എടുത്തു, ശരി. ഇതെല്ലാം സ്മോൾ ലെറ്റേഴ്സ് എടുക്കാം, മറ്റേത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാം. എ മൈനസ് ഡി, എ പ്ലസ് ടി. ഈ എ പിയിലേക്ക് വന്നാൽ എ മൈനസ് ഡി, ക്യാപിറ്റൽ എ പ്ലസ് ടി. ഫസ്റ്റ് എ പി ക്യാപിറ്റൽ എ, സെക്കൻഡ് എ പി ക്യാപിറ്റൽ ബി. ദീസ് ആർ ദ 3 ടൈപ്സ്. രണ്ട് കേസിലും സം 36 ആണ്. സം എന്ന് പറഞ്ഞാൽ 3a is equal to 36. That implies a is 12. In this case also, sum is 3a, that is 36. That implies capital A is also 12. We get capital A and small a is 12. And d is equal to d into small letter d plus 3 product. And product എന്ന് പറഞ്ഞാൽ A12 കിട്ടി, 12 minus t into 12 into 12 plus t is equal to what? P. ഫസ്റ്റ് കേസിൽ P ആണ്. സെക്കൻഡ് കേസിൽ 12 minus t into 12 plus t, 12 into 12 plus t is equal to Q ആണ്. ഫസ്റ്റ് കേസിൽ എ എന്ന് പറയുന്നത് 12, സെക്കൻഡ് കേസിലും 12, കോമൺ ഡിഫറൻസ് സ്മോൾ ഡി ആൻഡ് ക്യാപിറ്റൽ ഡി. സി, ഇനി ഇതിനകത്തുനിന്ന് ഈ കണ്ടീഷൻ എടുക്കുക. പി പ്ലസ് ക്യൂ ബൈ പി മൈനസ് ക്യൂ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് 5p പ്ലസ് 5q ഈക്വൽ ടു 19p മൈനസ് 19q. 24q ഈക്വൽ ടു 14p. 19 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 24 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 12q ഈക്വൽ ടു 7p. 12q ഈക്വൽ ടു 7p. Substitute value of p and q here. P is what? P is, that implies 12 into, q can be rewritten as 12 minus d. Here d is equal to what? Capital D is equal to d plus 3. So capital D ക്ക് പകരം small letter d plus 3 കൊടുത്താൽ 12 minus 3 9. 9 minus d 12. ഇവിടെ d plus 3 കൊടുത്താൽ 15 plus d is equal to q. Substitute value of q here. 9 minus d 12, 15 plus d is equal to, right side, 7 into p. 12 minus d 12, 12 plus d. 12 കട്ട് ചെയ്തു. ഇത് ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 7 into 144 മൈനസ് ഡി സ്ക്വയർ കിട്ടും. ഇവിടെ 12 into മൈനസ് ഡി സ്ക്വയർ മൈനസ് 6d പ്ലസ് 5 135 അല്ലേ? 135 ആണോ? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിയിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. സ്മോൾ ലെറ്റർ ഡിയുടെ വാല്യൂ കിട്ടും. സ്മോൾ ലെറ്റർ ഡി ഇവിടെ കൊടുത്താൽ ക്യാപിറ്റൽ ഡിയും കിട്ടി. സ്മോൾ ലെറ്റർ ഡിയും ക്യാപിറ്റൽ ഡിയും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിയും ക്യൂവും കിട്ടി. അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ഡി കിട്ടിയാൽ മതി. സിംപ്ലിഫൈ ചെയ്ത് സ്മോൾ ലെറ്റർ ഡി കിട്ടുന്നു, അത് ഇവിടെ കൊടുത്താൽ പി കിട്ടി, ഇവിടെ കൊടുത്താൽ ക്യൂ കിട്ടി. ദെൻ പി മൈനസ് ക്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഞാൻ ടൈം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് സിംപ്ലിഫൈ ചെയ്യുന്നില്ല.
AP-യുടെ സീക്വൻസ് ആൻഡ് സീരീസിൽ ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് മാത്രം. കുറച്ച് സമയം എടുക്കും, ചെയ്തെടുത്താൽ മതി. അതോടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. പരാബോളയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് A -2 0 touches the parabola y square equal to x -2. Touches the parabola y square equal to x -2 in the first quadrant. Y square equal to x -2. Point is -2 0. See, this is the parabola. Y square is equal to x -2. This point become 2, 0. A tangent. This is the tangent. This is the tangent. Touch passing through the point A -2 0. A -2 0. At the point B എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ മീറ്റ് ചെയ്യുന്നു. The area of the region bounded by the line AB, parabola P, x-axis. We find the area of this region. Find the area of this region. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ ബി എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എ ബി. ഇക്വേഷൻ ഓഫ് എ ബി. ടാൻജന്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. y is equal to mx plus a by m. ഇവിടെ m into x -2 plus a by m. പരാബോളയെ സംബന്ധിച്ചിടത്തോളം a is equal to 1/4 ആയിരിക്കും. y square equal to 4ax എന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ 4a is equal to 1. So a is equal to 1/4. So 1/4m. Equation y is equal to mx plus c is written as c is equal to a by m. Slope form. This is the equation of tangent. For finding the slope m, this tangent passes through -2 0. ഈ ടാൻജന്റ് -2 0 പാസ് ചെയ്യുന്നു. വൈക്ക് 0യും എക്സിന് -2 കൊടുത്താൽ പ്ലസ് 1/4 എന്ന് വരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 0 ഈക്വൽ ടു -16m² plus 1. That implies m square is equal to 1/16. m is equal to 1/4. പ്ലസ് ഓർ മൈനസ് വരും. നമുക്ക് പോസിറ്റീവ് സ്ലോപ്പ് എടുത്താൽ മതി. ലൈൻ രീതിയിലാണ് വരുന്നത്. സോ ദ ഇക്വേഷൻ ഓഫ് എ ബി, ഇക്വേഷൻ ഓഫ് എ ബി എന്ന് പറയുന്നത് എ ബി പാസ് ചെയ്യുന്ന പോയിന്റ് -2 0 വിത്ത് സ്ലോപ്പ് 1/4. y മൈനസ് y0 is equal to സ്ലോപ്പ് ഇൻറ്റു ഇവിടെ കൊടുത്താലും സ്ലോപ്പ് ഇൻറ്റു 1/4 into x plus 2. y minus y0 is equal to m into x minus x0. This is the equation of AB. Equation of AB. m ന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു. ഇക്വേഷൻ ഓഫ് എ ബി. ഇത് രണ്ടോടെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏത്? പരാബോളയും ലൈനും ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാന്ന് ചോദിച്ചാൽ പരാബോളയും ലൈനും ടച്ച് ചെയ്യുന്ന പോയിന്റ്. ആ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം. y ഈസ് ഈക്വൽ ടു വാല്യൂ അവിടെ കൊടുത്താൽ ആൻഡ് ദ പരാബോള എന്ന് പറയുന്നത് y സ്ക്വയർ ഈക്വൽ ടു x -2 ആണ്. ഈ വാല്യൂ എടുത്ത് വൈയുടെ വാല്യൂ ഇവിടെ കൊടുത്താൽ x² പ്ലസ് 4x പ്ലസ് 4/16 is equal to x -2. That implies x² plus 4x plus 4 is equal to 16x minus 32. That implies x² minus 12x. x² minus 12x
plus 36 is equal to 0. X minus 6 the whole square is equal to 0. X equal to 6. X equal to 6 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 6 plus 2 8. 8 by 4 2. This point becomes 6, 2. 6, 2. This point is 6. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഏരിയ ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ലെങ്ത് 6, ഈ ലെങ്ത് 2, ദാറ്റ് ഈസ് 8 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 2 മൈനസ്, ഒന്നുകിൽ ഇത് ഇൻ്റഗ്രേഷൻ വഴി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ 2/3 പോർഷൻ എടുത്ത് സബ്ട്രാക്ട് ചെയ്യാം. ഇൻ്റഗ്രേഷൻ വഴി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഫ്രം 2 to 6, ലിമിറ്റ് 2 to 6, y is equal to root of x minus 2 dx. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ഇൻസൈഡ് പോർഷൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുക, ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടും. അങ്ങനെ ആൻസറിലേക്ക് എത്താം. ഓക്കെ, സമയം എത്ര ആയതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് മൺഡേ കാണാം JEE റിവിഷൻ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനായിട്ട്. താങ്ക് യു.